വെൽക്കം ടു കോപ്പറേഷൻ എഹെഡ് യൂട്യൂബ് ചാനൽ. കോപ്പറേഷൻ എഹെഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് എങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിച്ചു കേൾക്കുക. ഷോർട്ട് ലിസ്റ്റ് വന്നത് മുതൽ ഒരു ബാങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ വരെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കൂടാതെ അടുത്ത വീഡിയോ മുതൽ ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളും കൂടാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. എല്ലാ വീഡിയോയും നിർബന്ധമായും കാണുക. എല്ലാ വീഡിയോയും കണ്ടു കഴിയുമ്പോൾ ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന 99% ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾക്ക് വളരെ വ്യക്തമായി കോൺഫിഡൻറ്റോടുകൂടി പറയാൻ വേണ്ടി സാധിക്കും. ഈ വീഡിയോന് കുറച്ചധികം ലെങ്ത് ഉള്ളതുകൊണ്ട് ആരും മുഴുവനായും കാണാതിരിക്കരുത്. കാരണം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും മുഴുവനായും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. തുടർന്ന് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ ഗ്രൂപ്പിലൂടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ഒരു പ്രത്യേക കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഫൈനൽ ഷോർട്ട് ലിസ്റ്റ് വരാൻ വേണ്ടി ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും സമയം എടുക്കും. അതുപോലെ ഫൈനൽ ഷോർട്ട് ലിസ്റ്റ് വന്ന് CSEB ആ ഫൈനൽ ഷോർട്ട് ലിസ്റ്റ് അതാത് ബാങ്കുകൾക്ക് അയച്ച ശേഷം ഓരോ ബാങ്കും ബോർഡ് മീറ്റിംഗ് കൂടി ചേർന്ന് ഇന്റർവ്യൂ ഡേറ്റ് തീരുമാനിച്ച് നമുക്ക് ഇന്റർവ്യൂ ലെറ്റർ കിട്ടുമ്പോൾ ചുരുങ്ങിയത് 1 മുതൽ 1.5 മാസം വരെ സമയം എടുക്കും. കൂടാതെ ഇന്റർവ്യൂ കഴിയാൻ വേണ്ടി ചിലപ്പോൾ 1 മാസം വരെ സമയം എടുത്തെന്ന് വരാം. കാരണം പല ബാങ്കുകളും പല ഡേറ്റാണ് ഇന്റർവ്യൂവിന് വേണ്ടി പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷമാണ് അതാത് ബാങ്കുകൾ CSEBക്ക് ഇന്റർവ്യൂവിന്റെ മാർക്ക് രേഖപ്പെടുത്തിയ ലിസ്റ്റ് അയച്ചു കൊടുക്കുന്നത്. അതിനുശേഷമാണ് CSEB ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. കൂടാതെ ഇന്റർവ്യൂ കഴിഞ്ഞ് ജോലി ലഭിക്കാൻ 1 മാസം മുതൽ 1.5 മാസം വരെ സമയം എടുക്കും. ചുരുക്കി പറഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് മുതൽ ജോലി ലഭിക്കാൻ വരെ ചുരുങ്ങിയത് 3 മുതൽ 4 മാസം വരെ സമയം എടുക്കും. ചിലപ്പോൾ നേരത്തെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് പെട്ടെന്ന് ജോലി ലഭിച്ചു എന്നും വരാം. ഈ കാലയളവിൽ നിങ്ങൾ ഇന്റർവ്യൂവിന് മാത്രം ഫോക്കസ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ സമയം ഒരിക്കലും വേസ്റ്റ് ആക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് നിങ്ങൾ മറ്റേതെങ്കിലും PSC എക്സാമിനോ അല്ലെങ്കിൽ CSEBയുടെ മറ്റേതെങ്കിലും എക്സാമിനോ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സാമിന് കൂടി തീർച്ചയായിട്ടും പഠിക്കണം. ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ മറ്റേതെങ്കിലും എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സാമിന് വേണ്ടി തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യണം. ചില ആളുകൾ ഫൈനൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് കരുതി ആശ്വസിക്കാറുണ്ട്. ഇന്റർവ്യൂ കഴിഞ്ഞ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴാണ് പലർക്കും ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നത്. ഞാൻ നല്ല രീതിയിൽ ഇന്റർവ്യൂ പെർഫോം ചെയ്തിട്ടും എന്തുകൊണ്ട് എനിക്ക് ഇത്രയും കുറവ് മാർക്ക് ആ ബാങ്ക് തന്നു എന്ന്. പല ബാങ്കുകളും പല രീതിയിലാണ് നമുക്ക് മാർക്ക് തരുന്നത് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. നമ്മൾ നല്ല രീതിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ പോലും ചില ബാങ്കുകൾ 5ഉം 6 മാർക്കൊക്കെയാണ് തരുന്നത്. ഒരു തവണ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായി എന്ന് കരുതി ഒരിക്കലും വിഷമിക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ CSEBയുടെ വെബ്സൈറ്റിൽ ഉള്ള ഒരു 10-15 ബാങ്കുകളുടെ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചാൽ മനസ്സിലാകും. റിട്ടൺ ടെസ്റ്റിൽ നല്ല മാർക്ക് വാങ്ങിച്ച ആളുകൾ ഇന്റർവ്യൂവിൽ വളരെ കുറച്ച് മാർക്ക് കിട്ടിയിട്ടും ആ റാങ്ക് ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് ജോലിയിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ ആ ജോലി നിങ്ങളിൽ തന്നെ വന്നു ചേരും. പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് പല ആളുകളും ചിലപ്പോൾ 1 മുതൽ 50 ബാങ്കിൽ വരെ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ 50, 60, 70 ഒക്കെ ബാങ്കിന്റെ റാങ്ക് ലിസ്റ്റിൽ ഒരേ ആളുകൾ തന്നെ ഉൾപ്പെടാറുണ്ട്. ഇങ്ങനെ ഒരേ ആളുകൾ തന്നെ ഒരുപാട് ബാങ്കുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുമ്പോൾ ചില ആളുകൾക്ക് ഭാഗ്യം കൊണ്ട് ജോലി കിട്ടി എന്ന് വരാം. ഇത് പറയാൻ കാരണം ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ബാങ്കുകളിലാണ് ജോയിൻ ചെയ്യുക. അതേസമയം മാർക്ക് വളരെ കുറവുള്ള വ്യക്തികൾ റാങ്ക് ലിസ്റ്റിൽ താഴെ ആയിരുന്നാൽ പോലും ചില ബാങ്കുകളിൽ പെട്ടെന്ന് ജോലി ലഭിക്കും. ഇവിടെ ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് അനുകൂലമായി വരണം. ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്ന ഓൾമോസ്റ്റ് ആളുകളും ചിലപ്പോൾ കേരള PSC ലിസ്റ്റുകളിലും അതുപോലെ CSEBയുടെ മുൻപുള്ള റാങ്ക് ലിസ്റ്റിലോ അല്ലെങ്കിൽ ഇനി നടക്കുന്ന എക്സാമിൽ നല്ല മാർക്ക് ഒക്കെ ലഭിച്ചിട്ടുണ്ടാകും. അവർക്ക് നല്ല ബാങ്കിൽ ജോലി ലഭിക്കുമ്പോൾ ആ ബാങ്കിലോട്ട് മാറും. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലി ലഭിക്കുകയും ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1 മുതൽ 5 വരെ ബാങ്കിന്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ ലിസ്റ്റിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കാൻ വേണ്ടി പാടില്ല. അടുത്ത എക്സാമിന് വേണ്ടി നിങ്ങൾ
പഠിച്ചു തുടങ്ങണം. ഇതൊരു മത്സര പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഒരേ ജില്ലയിൽ തന്നെ ഒരുപാട് ആളുകൾ ഒരേ ബാങ്കിന്റെ ലിസ്റ്റിൽ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ കുറവാണ് എന്ന് കരുതി നിങ്ങളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയല്ല ഈ ഒരു കാര്യം പറയുന്നത്. അതുകൊണ്ട് 1 മുതൽ 5 വരെ ബാങ്കിന്റെ ഷോർട്ട് ലിസ്റ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ ഉള്ള സാധ്യത വളരെ കുറവ് എന്ന് തോന്നിയാലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിൽ തന്നെ ഒരുപാട് ആളുകൾ വേക്കൻസി ഉള്ള ബാങ്കുകളുടെ അടുത്ത് വീടുണ്ടെങ്കിലോ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? അടുത്ത എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങണം. അതുപോലെ മറ്റുള്ള ജില്ലകളിലെ ബാങ്കിന്റെ ഷോർട്ട് ലിസ്റ്റിൽ ആണ് ഉൾപ്പെട്ടത് എങ്കിൽ നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ബാങ്കിൽ തന്നെ ജോലി ലഭിക്കും. ഫൈനൽ ഷോർട്ട് ലിസ്റ്റ് വന്നാൽ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ ബാങ്കിന്റെയും ഇന്റർവ്യൂ ലെറ്റർ വരുമ്പോഴും അത് ഗ്രൂപ്പിൽ ഇടുകയും കൂടാതെ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കുകയും വേണം. അതായത് എങ്ങനെയാണ് ഇത് തയ്യാറാക്കേണ്ടത്? ബാങ്ക് നെയിം, ഇന്റർവ്യൂ ഡേറ്റ്, ലിസ്റ്റ് സെൻഡ് ഡേറ്റ് എന്നിങ്ങനെ 3 കോളം ആക്കി ഡിസ്ട്രിക്റ്റ് വൈസ് വേണം ഓരോ ബാങ്കിന്റെയും പേരുകൾ ഇതിൽ ഇടാൻ വേണ്ടി. ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് ആക്കുന്നത് വഴി എത്ര ബാങ്കുകൾ ഇന്റർവ്യൂ ലെറ്റർ നമുക്ക് അയച്ചു എന്നും ഏതൊക്കെ ദിവസങ്ങളിൽ ഇന്റർവ്യൂ ഡേറ്റ് ഉണ്ട് എന്നും കൂടാതെ കുറച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ബാങ്കുകൾ ഇന്റർവ്യൂവിന്റെ മാർക്ക് രേഖപ്പെടുത്തിയ ലിസ്റ്റ് CSEBിക്ക് അയച്ചു എന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ഒരു ലിസ്റ്റ് ആക്കുന്നില്ല എങ്കിൽ നമുക്ക് എത്ര ബാങ്ക് ഇന്റർവ്യൂവിന് വിളിച്ചു എന്നും എത്ര ബാങ്ക് CSEBിക്ക് ലിസ്റ്റ് അയച്ചു കൊടുത്തു എന്നും ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുപോലെ ജോലി ലഭിക്കാൻ എത്ര സമയം ഏകദേശം എടുക്കും എന്നും ഇങ്ങനെ ലിസ്റ്റ് ആക്കിയാൽ എളുപ്പം മനസ്സിലാക്കാം. ഇങ്ങനെ ഓരോ ബാങ്കിന്റെയും ഇന്റർവ്യൂ ലെറ്റർ കിട്ടുമ്പോഴും അത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ ആ ലിസ്റ്റ് CSEBിയിൽ എത്തിയോ എന്ന് ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് നിങ്ങൾ ആ ബാങ്കിൽ വിളിച്ച് മനസ്സിലാക്കുക. തുടർന്ന് അത് ആ ഡോക്യുമെന്റിൽ അപ്ഡേറ്റ് ചെയ്യുക. അതുകൂടാതെ നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാന്റെ നമ്പർ വാങ്ങി വെക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ഒരുപാട് ബാങ്കുകളിൽ ഇന്റർവ്യൂവിന് വേണ്ടി പോകാൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പല ജില്ലകളിലായിരിക്കും ഉണ്ടാവുക. പോസ്റ്റ്മാന്റെ നമ്പർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ വിളിച്ച് പോസ്റ്റ് ഓഫീസിൽ നിന്നും നമ്മുടെ സമയത്ത് പോയി ഇന്റർവ്യൂ കത്ത് വാങ്ങിക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂ ലെറ്റർ പോസ്റ്റ് ഓഫീസിൽ വരും എന്നും വന്നാൽ ഒന്ന് വിളിച്ചു പറയണേ എന്ന് പോസ്റ്റ്മാനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. കാരണം പല ആളുകളും ഇന്റർവ്യൂവിന് വേണ്ടി പല ജില്ലകളിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഒപ്പിട്ട് വാങ്ങേണ്ട ഒരു കത്ത് ആയതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും? പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാന്റെ നമ്പർ മുൻകൂട്ടി വാങ്ങി വെക്കണം. കാരണം ചിലപ്പോൾ ഇന്ന് ബാങ്കിന്റെ കത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നും എപ്പോഴാണ് വാങ്ങാൻ സമയമുണ്ടാവുക എന്നും പോസ്റ്റ്മാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആശ്വാസമാണ്. കൂടാതെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് തെറ്റായി രേഖപ്പെടുത്തിയത് കാരണം ലേറ്റായി ഇന്റർവ്യൂ ലെറ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു ജില്ലകളിൽ ആയത് കാരണം കത്ത് വാങ്ങിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാം. അങ്ങനെയുള്ള കേസുകളിൽ ഇന്റർവ്യൂ കത്ത് കിട്ടിയ ശേഷം മാത്രമേ നമുക്ക് ആ ബാങ്കിൽ ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അതുപോലെ ഒരേ ദിവസങ്ങളിൽ ഒക്കെ വേറെ ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ആ ബാങ്കിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂ ഡേറ്റ് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ കൂടി അവിടെയുണ്ട്. നിങ്ങൾക്ക് ലേറ്റായാണ് ഇന്റർവ്യൂ ലെറ്റർ കിട്ടിയത് എന്നും അല്ലെങ്കിൽ തെറ്റായ അഡ്രസ്സിൽ ആണ് കത്ത് കിട്ടിയത്, അല്ലെങ്കിൽ ഞാൻ വേറെ ജില്ലയിൽ ആയതിനാൽ എനിക്ക് ഇന്റർവ്യൂ ലെറ്റർ വാങ്ങിക്കാൻ കഴിഞ്ഞില്ല എന്നും കാണിച്ചുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ബാങ്കിന് മെയിൽ അയച്ചുകൊണ്ട് ഇന്റർവ്യൂ ഡേറ്റ് മാറ്റി ചോദിക്കാവുന്നതാണ്. ചില ബാങ്കുകൾ നമ്മളുടെ അഡ്രസ്സ് ചിലപ്പോൾ തെറ്റായി കൊടുത്തു എന്നിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം കേസുകളിൽ ഇന്റർവ്യൂ ലെറ്റർ ലേറ്റായി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ആ ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്റർവ്യൂ ഡേറ്റ് വേറെ ചോദിക്കാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ബാങ്കിനെ മെയിൽ അയച്ച് നിങ്ങളുടെ കാരണം ബോധിപ്പിക്കുക. അതിനുശേഷം ബാങ്കിനെ വിളിച്ചു പറയുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റൊരു ഇന്റർവ്യൂ ഡേറ്റ് ബാങ്ക് തരും. ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക, പോസ്റ്റ് ഓഫീസിലെ കത്ത് കിട്ടി അത് വാങ്ങിയതായി ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഒപ്പിട്ടതിന്റെ താഴെ നിങ്ങൾക്ക് കത്ത് കിട്ടിയ ഡേറ്റ് നിർബന്ധമായും രേഖപ്പെടുത്തേണ്ടതാണ്. ഭാവിയിൽ ഈ ഒരു കാര്യം ഉപകാരപ്പെടും. ഇങ്ങനെ ഇന്റർവ്യൂ ലെറ്റർ മാത്രമല്ല, അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടുമ്പോഴും ഒപ്പിട്ടതിന്റെ താഴെ ഡേറ്റ് നിർബന്ധമായും രേഖപ്പെടുത്തേണ്ടതാണ്. നിങ്ങൾ ആ ദിവസമാണ് കത്ത് വാങ്ങിയത് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു ഒഫീഷ്യൽ രേഖ അത് മാത്രമാണ്.
ഇതിന്റെ കൂടെ നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്? ചില ആളുകൾക്ക് ഒരേ ദിവസം ഒന്നിലധികം ബാങ്കുകളുടെ ഇന്റർവ്യൂ ഡേറ്റ് കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ എന്തു ചെയ്യണം? നിങ്ങൾക്ക് ഏത് ബാങ്കിന്റെ ഡേറ്റ് ആണോ മാറ്റിക്കിട്ടേണ്ടത് ആ ബാങ്കിന് ഒരു മെയിൽ അയക്കണം. കാരണം ഇന്ന ദിവസം ആദ്യം ഇന്റർവ്യൂ ലെറ്റർ വന്ന വേറൊരു ബാങ്കിന്റെ ഇന്റർവ്യൂ ഉണ്ട് എന്നും താങ്കളുടെ ബാങ്കിൽ എനിക്ക് അന്നേ ദിവസം ഹാജരാകാൻ കഴിയില്ല എന്നും കാണിച്ചുകൊണ്ട് ഒരു മെയിൽ ആദ്യം അയക്കണം. അതിനുശേഷം എന്തു ചെയ്യണം? നിങ്ങൾ ആ ബാങ്കിൽ വിളിച്ചു പറയണം, ഇങ്ങനെ ഒരു മെയിൽ അയച്ചിട്ടുണ്ട് എന്നും മറ്റൊരു ദിവസം ഇന്റർവ്യൂവിന് വേണ്ടി അനുവദിച്ചു തരണം എന്നും പറയുക. ഈ ഒരു കാര്യം ഒരു ഉദ്യോഗാർത്ഥിക്കോ അല്ലെങ്കിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കോ ഒരുമിച്ച് പറയാവുന്നതാണ്. കാരണം എല്ലാ വ്യക്തികൾക്കും ഇന്റർവ്യൂവിന് ഒരേ പരിഗണന കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവസരം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇന്റർവ്യൂ ഡേറ്റ് മാറ്റിത്തരേണ്ട കാര്യം നിങ്ങൾക്ക് ആ ബാങ്കിനെ മെയിൽ അയച്ചുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ പലപ്പോഴും ഫോൺ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോൺ എടുക്കുന്ന വ്യക്തി സെക്രട്ടറി തന്നെ ആയിരിക്കണം എന്നില്ല. അല്ലെങ്കിൽ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞ് പിന്നീട് വിളിക്കാത്ത അവസ്ഥ വരാം. അല്ലെങ്കിൽ അദ്ദേഹം നമുക്ക് മറ്റൊരു ഡേറ്റ് തരാൻ വേണ്ടി ചിലപ്പോൾ മറന്നുപോകും. അല്ലെങ്കിൽ വേറെ ഇന്റർവ്യൂ ഡേറ്റ് അനുവദിച്ചു തരാൻ സാധിക്കില്ല എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പല ആളുകളും ഫേസ് ചെയ്യേണ്ടതായി വരാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ അൺഒഫീഷ്യൽ ആയിട്ട് ആണ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ടാണ് മെയിൽ അയച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒഫീഷ്യൽ ആയി മാറും. കൂടാതെ അതൊരു തെളിവ് കൂടിയാണ്. അതുകൊണ്ട് മെയിൽ അയച്ച ശേഷം മാത്രം ബാങ്കിനെ വിളിച്ചു പറയുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മറ്റൊരു ഡേറ്റ് തരികയുള്ളൂ. CSEB തന്നെ എല്ലാ ബാങ്കുകൾക്കും നിർദ്ദേശം കൊടുക്കാറുണ്ട്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മാക്സിമം അവസരം കൊടുക്കണം എന്ന്. അതുകൊണ്ട് നിങ്ങൾ മെയിൽ അയക്കാൻ വേണ്ടി ഒരിക്കലും മടി കാണിക്കാൻ വേണ്ടി പാടില്ല. മെയിൽ അയക്കുക, അതിനുശേഷം നിങ്ങൾ ആ ബാങ്കിൽ വിളിച്ചു പറയുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റൊരു ഇന്റർവ്യൂ ഡേറ്റ് ബാങ്ക് തരും. അന്നേ ദിവസം എന്തു ചെയ്യുക? നിങ്ങൾ പുതിയ ഡേറ്റിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ എല്ലാ ഇന്റർവ്യൂവിനും മാക്സിമം പങ്കെടുക്കണം. ചില ആളുകൾ ചില ബാങ്കുകളിൽ ഇന്റർവ്യൂവിന് പോകാറില്ല. അങ്ങനെ ഇന്റർവ്യൂവിന് ആൾക്കാർ കുറയുമ്പോൾ നമുക്ക് അവിടെ കിട്ടാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് ചെറിയ ബാങ്ക് ആയാലും അല്ലെങ്കിൽ വളരെ ദൂരെയുള്ള ബാങ്ക് ആയാൽ പോലും എല്ലാവരും മാക്സിമം എല്ലാ ഇന്റർവ്യൂവിനും പങ്കെടുക്കുക. നിങ്ങൾക്ക് അവിടെ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ കുറച്ച് ഡോക്യുമെന്റ്സ് നമ്മളോട് ഹാജരാക്കാൻ വേണ്ടി പറയുന്നുണ്ടാവും. അതായത് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൽ നിന്നും എഴുത്തു പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഓൺലൈനിൽ ലഭിച്ച ഒറിജിനൽ ഹാൾ ടിക്കറ്റ് എന്ത് ചെയ്യണം? സ്വയം സാക്ഷ്യപ്പെടുത്തി ഒരു പകർപ്പ് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഹാൾ ടിക്കറ്റ് എന്തു ചെയ്യുക? ഇൻവിജിലേറ്റർ ഒപ്പിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പ്രത്യേകം നോക്കേണ്ടതാണ്. ഇൻവിജിലേറ്റർ അങ്ങനെ ഒപ്പിട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ എക്സാം എഴുതിയ സ്കൂളുമായി അല്ലെങ്കിൽ ഓൺലൈൻ എക്സാം സെന്ററുമായി ബന്ധപ്പെട്ട് ആ ക്ലാസ്സിലെ ഇൻവിജിലേറ്ററുടെ ഒപ്പ് നിർബന്ധമായും വാങ്ങിക്കേണ്ടതാണ്. കാരണം നിങ്ങൾ ആ സ്കൂളിൽ എക്സാം എഴുതി എന്ന് തെളിയിക്കേണ്ട ആവശ്യകത നിങ്ങൾക്കാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒപ്പിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓൺലൈനിൽ എക്സാം എഴുതിയതായാലും നിർബന്ധമായും അതിൽ സൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതാണ്. പല ബാങ്കുകളിലും നോർമൽ ആയി ചോദിക്കുന്ന സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണ്? വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ് എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ചോദിക്കും. വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കാൻ SSLC ബുക്ക്, അതുപോലെ +2 സർട്ടിഫിക്കറ്റ്, അതുപോലെ ഡിഗ്രി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റ് പൊതുവെ ബാങ്കുകൾ ചോദിക്കാറില്ല. പക്ഷെ നിങ്ങൾ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി കൂടെ കരുതുകയാണെങ്കിൽ വളരെ ഉപകാരപ്പെടും. അതുപോലെ ഡിഗ്രി പ്ലസ് HDC ആണെങ്കിൽ നിങ്ങൾ അതിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസിന് അവർ ബന്ധപ്പെട്ടവരിൽ നിന്ന് വാങ്ങിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. അതുകൂടാതെ ജാതി തെളിയിക്കുന്നതിന് SC/ST ആളുകൾക്ക് മാത്രമേ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് വാങ്ങിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം മറ്റു കാസ്റ്റുകാർക്ക്, അതായത് OBC കാസ്റ്റും അല്ലെങ്കിൽ മറ്റു കാസ്റ്റുകാർക്ക് ഇവിടെ റിസർവേഷൻ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല. ഭാവിയിൽ ചിലപ്പോൾ ചില കാസ്റ്റുകാർക്ക് റിസർവേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകേണ്ടതായി വരാം. നിലവിൽ SC/ST കാസ്റ്റ് എന്ത് ചെയ്യണം? പ്രത്യേകം സർട്ടിഫിക്കറ്റ് വാങ്ങണം. CBSE സ്കൂളിൽ പഠിച്ച ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റിൽ കാസ്റ്റ് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ആക്കണം. അതുകൂടാതെ ആധാർ കാർഡ് നിങ്ങൾ ഇതിന്റെ കൂടെ കൊണ്ടുപോകണം.
ഇന്റർവ്യൂവിന് വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ഇന്റർവ്യൂ ലെറ്റർ കൊണ്ടുപോകണം. ഇന്റർവ്യൂവിന്റെ കൂടെ വന്ന കവർ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. പല ബാങ്കുകളും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയാറുണ്ട്. അത് നിങ്ങൾ അത്ര കാര്യമാക്കി എടുക്കേണ്ട. കാരണം ഇപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് എക്സ്ട്രാ മാർക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ട് പല ബാങ്കുകളും പഴയൊരു ഫോർമാറ്റിൽ ആണ് നിങ്ങൾക്ക് ഇന്റർവ്യൂ ലെറ്റർ അയക്കുന്നത്. അതുകൊണ്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബാങ്കിൽ വിളിച്ച് ചോദിച്ച് ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് ഇതിൽ പറയുന്നുണ്ടല്ലോ, അത് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാവുന്നതാണ്. ഒരിക്കലും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിലവിൽ ഒരു ബാങ്കിലും ആവശ്യമില്ല. കാരണം മുൻപ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതാത് ജില്ലക്കാർക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ 5 മാർക്ക് ലഭിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ മാർക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. കൂടാതെ പലപ്പോഴും ഇന്റർവ്യൂ കത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റും അറ്റസ്റ്റ് ചെയ്യിക്കണം എന്നുള്ളത്. ഒരിക്കലും അങ്ങനെ ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ സ്വയം അറ്റസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്തു ചെയ്യണം? ഇത്തരം കാര്യങ്ങൾ അതാത് ബാങ്കിനെ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് ഒരു മടിയും തോന്നേണ്ട ആവശ്യമില്ല. കാരണം പല ബാങ്കുകളും ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തണമെന്ന് ഇന്റർവ്യൂ കത്തിൽ പറയാറുണ്ടെങ്കിലും അതിന്റെ ആവശ്യം വരാറില്ല. ചിലപ്പോഴും ഭാവിയിൽ CSEB ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സർക്കാർ ഏതെങ്കിലും രീതിയിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ മാത്രം ഗസറ്റഡ് ഓഫീസറുടെ അറ്റസ്റ്റേഷൻ ആവശ്യമുള്ളൂ. നിങ്ങൾ കൊണ്ടുപോകുന്ന ഫയലിൽ എപ്പോഴും 2 എക്സ്ട്രാ ഷീറ്റും അതുപോലെ 2 പേനയും കരുതുക. ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അതാത് ബാങ്കുമായി ബന്ധപ്പെട്ട് സംശയം തീർക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കുറച്ച് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുപോകേണ്ടതാണ്. എല്ലാ ബാങ്കുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ചോദിക്കാറില്ല. പക്ഷേ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്രയും ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് എത്ര ബാങ്കിന്റെ ഇന്റർവ്യൂ ഉണ്ട് അത്രയും ബാങ്കുകളിലേക്ക് വേണ്ടി കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഫോട്ടോ കോപ്പി എടുത്ത് വെക്കേണ്ടതാണ്. കാരണം ഓരോ ബാങ്കിലും സർട്ടിഫിക്കറ്റ് കോപ്പി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എത്ര ബാങ്കിന്റെ ഇന്റർവ്യൂ ലെറ്റർ കിട്ടി അത്രയും ഫോട്ടോ കോപ്പി എടുക്കണം. കൂടാതെ എക്സ്ട്രാ ഒരു 5-6 കോപ്പി എടുത്തു വെക്കുക. ഇത് പിന്നീട് ആവശ്യം വരും. അതുകൊണ്ട് മിനിമം ഒരു 5-6 കോപ്പിയെങ്കിലും എക്സ്ട്രാ എടുത്തു വെക്കേണ്ടതാണ്. ചില ആളുകൾക്ക് ഇന്റർവ്യൂ ലെറ്റർ ചിലപ്പോൾ പേര് വ്യത്യാസം അല്ലെങ്കിൽ ഫോൺ നമ്പർ വ്യത്യാസം അല്ലെങ്കിൽ അഡ്രസ് വ്യത്യാസം അങ്ങനെയൊക്കെ ഉണ്ടാവാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ബാങ്കിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അത് സെക്രട്ടറിയെ അറിയിക്കും. ചില ആളുകൾ ടെമ്പററി അഡ്രസ്സും അതുപോലെ പെർമനന്റ് അഡ്രസ്സും ഒക്കെ വേറെ വേറെയാണ് വെച്ചിട്ടുണ്ടാവുക. നിങ്ങൾക്ക് അങ്ങനെയുള്ള കേസുകൾ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? അത്തരം കാര്യങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾ അറിയിക്കേണ്ടതാണ്. എല്ലാ സർട്ടിഫിക്കറ്റ്സും ഫോട്ടോ കോപ്പി എടുത്ത് അതിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. സെൽഫ് അറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സർട്ടിഫിക്കറ്റ് കോപ്പിയിലും നിങ്ങൾ പേരെഴുതി അതിന് താഴെ ഒപ്പിട്ടാൽ മാത്രം മതി. എല്ലാ സർട്ടിഫിക്കറ്റ് കോപ്പിയിലും ഇങ്ങനെ പേരെഴുതി ഒപ്പിടുക. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പേരെഴുതി താഴെ ഒപ്പിട്ടാൽ മാത്രം മതി. നിങ്ങൾക്ക് എവിടെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാങ്കിൽ ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കാം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് നല്ലൊരു മുതൽക്കൂട്ടാണ്, അല്ലേ? പ്രത്യേകിച്ച് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ താൽക്കാലികമായി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ MBA ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ സാലറി ഇൻക്രിമെന്റ് ഒക്കെ ജോലി ലഭിച്ച ശേഷം ലഭിക്കും. MBA, CS, CMA, ICWAI സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളവർ എന്തു ചെയ്യണം? നിങ്ങൾ അത്തരം സർട്ടിഫിക്കറ്റുകൾ കരുതണം. ഇത്തരം പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റുകൾ ഉള്ള ആളുകൾ പൊതുവെ കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലിക്ക് കയറുന്നത് കുറവാണ്. എങ്കിലും സാഹചര്യങ്ങൾ മൂലവും കൂടാതെ അസിസ്റ്റന്റ് സെക്രട്ടറി തസ്തിക മുതൽ മുകളിലോട്ട് ഉള്ള തസ്തികയിൽ ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ ഇന്റർവ്യൂ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച ഇന്റർവ്യൂ ബാങ്കിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കണം. അതായത് ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന ബാങ്കിന്റെ ഇന്റർവ്യൂ ഉണ്ട് എന്നും നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? മുൻകൂട്ടി ടിക്കറ്റ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച ഇന്റർവ്യൂ ബാങ്കിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കണം. ചില ബാങ്കിലൊക്കെ പോകുമ്പോൾ വളരെയധികം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ബസ് കുറവായിരിക്കും. അതുകൊണ്ട് ആ ഭാഗത്തേക്കുള്ള ബസ് റൂട്ട് അതുപോലെ മറ്റ് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ ഒക്കെ മനസ്സിലാക്കി
ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു വേണം അവിടെ എത്താൻ. ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് പോകേണ്ട വഴി ആരെങ്കിലും കൃത്യമായി പറഞ്ഞു തരും. കൃത്യമായി അവിടെ എത്താൻ പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി പോയി കഴിഞ്ഞാൽ പലപ്പോഴും ഗൂഗിൾ മാപ്പിൽ 1 മണിക്കൂറൊക്കെ സമയം കാണിക്കാം. പക്ഷേ അവിടെ എത്താൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും. കൂടാതെ ട്രാഫിക്കും ബ്ലോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ അധികം സമയം എടുക്കും. ചില സമയത്ത് ആ റൂട്ടിൽ ബസ് സമയത്തുണ്ടാവില്ല. നമ്മുടെ വിലയേറിയ സമയം അവിടെ വേസ്റ്റ് ആകും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ഗ്രൂപ്പിലുള്ള ആൾക്കാരോട് എങ്ങനെ അവിടെ പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റും എന്നും കൂടാതെ കൃത്യമായ ഒരു ബസ് റൂട്ടും ബസ്സിന്റെ സമയവും നിങ്ങൾ ചോദിച്ച് അറിയണം. അതുപോലെ ട്രെയിൻ സമയം നമ്മൾ പ്രത്യേകം അറിയണം. ചിലപ്പോൾ മറ്റ് കാരണങ്ങൾ കൊണ്ടും ട്രെയിൻ ലേറ്റ് ആകാം. രാവിലെ 10 മണിക്ക് ഒക്കെയാണ് മറ്റുള്ള ജില്ലകളിൽ ഇന്റർവ്യൂ എങ്കിൽ തലേ ദിവസം അവിടെ എത്താനുള്ള ഒരു മുന്നൊരുക്കം നടത്തണം. റെയിൽവേയുടെ തൽക്കാല ടിക്കറ്റ് സംവിധാനം നിങ്ങൾക്ക് ഇതിനായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. തൽക്കാൽ AC ടിക്കറ്റ് ആണെങ്കിൽ തലേന്ന് രാവിലെ 10 മണിക്കും അതുപോലെ നോൺ AC തൽക്കാൽ ടിക്കറ്റ് ആണെങ്കിൽ തലേന്ന് രാവിലെ 11 മണിക്കും ബുക്ക് ചെയ്യാവുന്നതാണ്. താമസ സൗകര്യത്തിനായി നിങ്ങൾക്ക് വേണമെങ്കിൽ PWDയുടെ റെസ്റ്റ് ഹൗസ് അല്ലെങ്കിൽ റെയിൽവേയുടെ റിട്ടയറിംഗ് റൂം ഫെസിലിറ്റി ഉപയോഗിക്കാവുന്നതാണ്. പല ആളുകളും അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്റർവ്യൂവിന് വേണ്ടി വരുന്ന ചിലവ്. മറ്റു പല ജില്ലകളിലേക്കും യാത്ര ചെയ്യുമ്പോൾ പല ആളുകൾക്കും ഒരുപാട് ചിലവുകൾ വരും. കൂടാതെ നമുക്ക് കൂട്ടായി വേറെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ചിലവ് ഒരുപാട് അധികമായിരിക്കും. ചിലവുകൾ കുറയ്ക്കാൻ വേണ്ടി ഇത്തരം ഫെസിലിറ്റീസ് ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും കുറഞ്ഞ റേറ്റ് ആണ് താമസ സൗകര്യത്തിനായി PWD റെസ്റ്റ് ഹൗസുകളിൽ ഉള്ളത്. PWD റെസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഗൂഗിളിൽ PWD റെസ്റ്റ് ഹൗസ് എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് വരുന്ന വെബ്സൈറ്റ് ആയ resthouse.pwd.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് അതിൽ ബുക്കിംഗ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ചെക്ക് അവൈലബിലിറ്റി ഓപ്ഷൻ കൊടുക്കുക. നിങ്ങളുടെ ജില്ല, അതുപോലെ റെസ്റ്റ് ഹൗസ്, അതുപോലെ ചെക്കിംഗ് ഡേറ്റും ചെക്ക് ഔട്ട് ഡേറ്റും കൊടുത്തു കഴിഞ്ഞ് സെർച്ച് ഓപ്ഷൻ കൊടുക്കുക. റൂം അവൈലബിൾ ആണെങ്കിൽ തൊട്ട് താഴെ തന്നെ ബുക്ക് നൗ എന്ന ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. തുടർന്ന് ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിച്ച് ഓൺലൈൻ പേയ്മെന്റ് നടത്തുക. ഇങ്ങനെ ഓരോ ജില്ലയിലും ഒരുപാട് PWD റെസ്റ്റ് ഹൗസുകൾ ഉണ്ട്. PWD റെസ്റ്റ് ഹൗസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ AC റൂം ആണെങ്കിൽ 750 രൂപ മുതലും ചില റെസ്റ്റ് ഹൗസിൽ മാക്സിമം 1000 രൂപ വരെയാണ് ചാർജ് വേണ്ടി വരുന്നത്. നോൺ AC ആണെങ്കിൽ 400 രൂപ മുതലും ചില റെസ്റ്റ് ഹൗസിൽ നോൺ ACക്ക് മാക്സിമം 600 രൂപയും ആണ് റേറ്റ് വരുന്നത്. മറ്റ് ഹോട്ടലുകളെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ റേറ്റാണ് PWD റെസ്റ്റ് ഹൗസുകളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഇത്തരം ഫെസിലിറ്റീസ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓൺലൈനിൽ റൂമിന്റെ ഫോട്ടോയും അതുപോലെ റിവ്യൂവും നോക്കി നിങ്ങൾക്ക് ആവശ്യമായ റൂം ബുക്ക് ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ റെയിൽവേയുടെ റിട്ടയറിംഗ് റൂം ഫെസിലിറ്റി ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ ഗൂഗിളിൽ IRCTC റിട്ടയറിംഗ് റൂം എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് വരുന്ന വെബ്സൈറ്റ് ആയ www.irctc.co.in എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് IRCTC ലോഗിൻ കൊടുത്ത ശേഷം നിങ്ങളുടെ റെയിൽവേയുടെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. അവിടെ നിങ്ങളുടെ PNR നമ്പർ കൊടുത്ത് റൂം ബുക്ക് ചെയ്യാവുന്നതാണ്. PNR നമ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്റ്റേഷനിൽ നിന്നും തൊട്ടടുത്ത സ്റ്റേഷനിലേക്ക് ഒരു ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് PNR നമ്പർ അവിടെ അടിച്ചു കൊടുക്കാവുന്നതാണ്. നിലവിൽ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ റെയിൽവേയുടെ റിട്ടയറിംഗ് റൂം ഫെസിലിറ്റി ഉള്ളൂ. ഏതൊക്കെ സ്റ്റേഷനുകളിലാണ് റെയിൽവേയുടെ റിട്ടയറിംഗ് റൂം ഫെസിലിറ്റി ഉള്ളത് എന്ന് നിങ്ങൾക്ക് ഇതേ വെബ്സൈറ്റിൽ താഴെ തന്നെ നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് സ്റ്റേഷൻസ് എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അത് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് ആവശ്യമായ റൂം ബുക്ക് ചെയ്യാവുന്നതാണ്. ചില സ്ഥലങ്ങളിൽ ഓൺലൈൻ ബുക്കിങ്ങും മറ്റ് സ്ഥലങ്ങളിൽ ഓഫ്ലൈൻ ബുക്കിങ്ങും ആണ് ഉള്ളത്. റെയിൽവേയിലും കുറഞ്ഞ റേറ്റ് ആണ് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഉള്ളത്. അതുപോലെ പൊതുവെ ബാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് പല ബാങ്കിലും പല രീതിയിലാണ്. അതായത് ചില ബാങ്കുകൾ ആദ്യം വന്ന ആൾക്കാരെ ആദ്യം വിളിക്കും. അതുപോലെ ചില ബാങ്കിൽ പേരിന്റെ ആൽഫബറ്റ് അനുസരിച്ചാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് ദൂരെ എവിടേക്കെങ്കിലും ഇന്റർവ്യൂവിന് പോകാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതേ ദിവസം മറ്റൊരു ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം?
ആദ്യം ഇത് ബാങ്കിലെ ഉത്തരവാദിത്തപ്പെട്ട ആളോട് പറഞ്ഞ ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ മുൻകൂട്ടി നിങ്ങളുടെ സമയത്ത് നടത്താൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വരാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മെയിൽ അയച്ചുകൊണ്ട് ഇന്റർവ്യൂ ഡേറ്റ് മാറ്റാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യാം. മറ്റുള്ള സ്ഥലങ്ങളിൽ ഇന്റർവ്യൂ ഉള്ളതുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും ബാങ്ക് നിങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു തരും. മാക്സിമം 30 മിനിറ്റ് വരെയാണ് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വരുന്ന സമയം. അതായത് 10 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയാണ് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വരുന്ന സമയം. ചില സമയങ്ങളിൽ രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉച്ച ആകുമ്പോഴേ അവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പറ്റും. കാരണം അത്രയും ആൾക്കാർ അവിടെ ഇന്റർവ്യൂവിന് ഉണ്ടാകും. അതിന് അനുസരിച്ചായിരിക്കും ചിലപ്പോൾ നിങ്ങളെ കടത്തിവിടുക. ഇന്റർവ്യൂ കത്തിൽ നിങ്ങൾക്ക് പ്രത്യേകം സമയം തന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ അവിടെ എത്തിയാൽ മതിയാകും. നിങ്ങളുടെ സൗകര്യത്തിനും സമയത്തിനും ഇന്റർവ്യൂ നടത്താൻ വേണ്ടി ബാങ്കിനോട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്റർവ്യൂ പ്ലേസിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബാങ്കിനെ ബന്ധപ്പെട്ട് എങ്ങനെ അവിടെ എത്താം എന്നുള്ള കാര്യം ചോദിക്കുന്നതിന് ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇന്റർവ്യൂ പ്രിപ്പറേഷന്റെ ആദ്യ സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇന്റർവ്യൂ പ്രിപ്പറേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? എല്ലാ ബാങ്കിന്റെയും ഒരു ബയോഡാറ്റ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഒരു ഇന്റർവ്യൂ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം കാര്യങ്ങൾ നമുക്ക് ആ ഇന്റർവ്യൂ ലെറ്ററിൽ നിന്നും പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. നാളെ ഇന്റർവ്യൂവിൽ ഈ ഇന്റർവ്യൂ ലെറ്ററിൽ ഉള്ള ചോദ്യം ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം. അതുകൊണ്ട് ഇന്റർവ്യൂ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ബാങ്കിന്റെ ഒരു ബയോഡാറ്റ തയ്യാറാക്കണം. കാരണം നാളെ ബാങ്കിലുള്ള ആൾക്കാർ ബാങ്കിനെ കുറിച്ച് പറയാൻ വേണ്ടി പറയും. നമ്മൾ വ്യക്തമായി പ്രിപ്പയർ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും എല്ലാ ഉത്തരവും ക്ലിയറായി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഒരു അഭിമുഖ കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക? ആ ബാങ്കിന്റെ മുഴുവൻ പേരും അതിലുണ്ടാവും. അതായത് ബാങ്കിന്റെ പേരിൽ തുടങ്ങി ആ ബാങ്കിന്റെ ലിമിറ്റഡ് നമ്പർ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. കൂടാതെ ആ ബാങ്കിന്റെ മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതും നോട്ട് ചെയ്ത് വെക്കണം. കൂടാതെ നിങ്ങൾക്ക് വന്ന ഇന്റർവ്യൂ ലെറ്ററിൽ ബാങ്കിന്റെ വെബ്സൈറ്റ് അഡ്രസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ ആ വെബ്സൈറ്റിൽ നിന്ന് ശേഖരിക്കണം. ഇനി അഥവാ ബാങ്കിന്റെ ഇന്റർവ്യൂ ലെറ്ററിൽ വെബ്സൈറ്റ് അഡ്രസ് ഇല്ല എങ്കിൽ നിങ്ങൾ ആ ബാങ്കിന്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ബാങ്കിന്റെ വെബ്സൈറ്റ് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നിന്നും മാക്സിമം വിവരങ്ങൾ ശേഖരിക്കുക. കാരണം നാളെ ബാങ്കിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളോട് പറയാൻ വേണ്ടി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം കാര്യങ്ങൾ ആ വെബ്സൈറ്റിൽ നിന്നും എടുക്കാവുന്നതാണ്. ബാങ്കിന്റെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ നിന്ന് തീർച്ചയായിട്ടും കിട്ടും. ആ ബാങ്കിന് എത്ര ബ്രാഞ്ചുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാനാവും. നമ്പർ ഓഫ് ബ്രാഞ്ചസ് എത്രയുണ്ട് എന്ന് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. നാളെ ചിലപ്പോൾ ഇന്റർവ്യൂവിൽ നിങ്ങളോട് ഈ ബാങ്കിന് എത്ര ബ്രാഞ്ച് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറയാൻ വേണ്ടി സാധിക്കണം. കൂടാതെ ആ കത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും താഴെ ആരാണ് ഒപ്പിട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ പ്രത്യേകം നോക്കി വെക്കണം. കാരണം നാളെ ഇന്റർവ്യൂവിന് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കും. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഒക്കെ ആണെങ്കിൽ ആരാണ് സൈൻ ചെയ്യുന്നത്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അതുപോലെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിൽ ആരാണ് അവിടെ ഒപ്പിടുന്നത്? സെക്രട്ടറിയാണ്. നാളെ ആരാണ് അത് അയച്ചത് എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പറയാൻ വേണ്ടി സാധിക്കണം. ചില ബാങ്കിൽ GST നമ്പർ ഒക്കെ ഉണ്ടാവും. GSTയുമായും ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. ഒരു ഇന്റർവ്യൂ ലെറ്ററിൽ നിന്നും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ബാങ്കിന്റെ മുഴുവൻ പേര്, ലിമിറ്റഡ് നമ്പർ, നമ്പർ ഓഫ് ബ്രാഞ്ചസ്, ഇന്റർവ്യൂ ലെറ്ററിൽ ആരാണ് ഒപ്പിട്ടിരിക്കുന്നത്, ബാങ്കിന്റെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും മാക്സിമം കാര്യങ്ങൾ എടുക്കുക. ബാങ്കിന് ബ്രാൻഡ് നെയിം ഉണ്ടോ? ബാങ്കിന്റെ ലോഗോയിൽ കാണുന്ന ഇമേജ് എങ്ങനെയുള്ളതാണ്? ബാങ്കിന്റെ ലോഗോയിൽ എന്തെങ്കിലും ആപ്തവാക്യം എഴുതിയിട്ടുണ്ടോ? ബാങ്ക് സ്പെഷ്യൽ ഗ്രേഡ് ആണോ, സൂപ്പർ ഗ്രേഡ് ആണോ, അല്ലെങ്കിൽ ഏത് ഗ്രേഡ് ആണ്? അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് അറിയാവുന്നതാണ്. കൂടാതെ ബാങ്കുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടി ക്യാമിസ് എന്ന വെബ്സൈറ്റിൽ കയറി കളക്ട് ചെയ്യാവുന്നതാണ്. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് മോസില്ല ഫയർഫോക്സ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വേണം ക്യാമിസ് സൈറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി. പലർക്കും ഗൂഗിൾ ക്രോമിൽ ഈ ഒരു വെബ്സൈറ്റ് എടുക്കുമ്പോൾ കിട്ടാറില്ല. അതുകൊണ്ട് മോസില്ല ഫയർഫോക്സ് എടുത്ത് ഗൂഗിളിൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ടൈപ്പ് ചെയ്യുക.
തുടർന്ന് വരുന്ന www.cooperation.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. തുടർന്ന് ഇ ഗവേണൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇ സർവീസസ് എന്നത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്യാമിസ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ഡാഷ്ബോർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഏറ്റവും താഴോട്ട് പോയി സൊസൈറ്റീസ് ബൈ ഓഡിറ്റ് എന്ന ഭാഗത്ത് വന്ന് അവിടെ ഓഡിറ്റ് ഡാറ്റ ഇയർ വൈസ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നമുക്ക് കുറച്ച് വർഷത്തെ റിപ്പോർട്ട് കാണാവുന്നതാണ്. നിങ്ങൾ 3-4 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുക. അതിനായി നിങ്ങൾക്ക് ആവശ്യമായ ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്യുക. വീണ്ടും താഴോട്ട് തന്നെ പോയ ശേഷം അവിടെ ഓഡിറ്റഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ആ വർഷത്തെ ഓഡിറ്റ് ചെയ്ത എല്ലാ സൊസൈറ്റികളുടെയും ഡാറ്റ അവിടെ കാണാവുന്നതാണ്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. കേരളത്തിലെ പ്രശസ്തമായ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എടുക്കാം. ഞാൻ ഇവിടെ എടുക്കാൻ വേണ്ടി പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ ബാങ്കായ കാലിക്കറ്റ് സിറ്റി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കാണ്. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും സൊസൈറ്റിയുടെ മുഴുവൻ പേരും കാണാം. അതുപോലെ രജിസ്റ്റർ നമ്പർ കാണാം. രജിസ്റ്റർ ചെയ്തത് ഏത് ഡേറ്റ് ആണ് എന്നും എപ്പോഴാണ് പ്രവർത്തനം ആരംഭിച്ചത് എന്നും കാണാൻ വേണ്ടി സാധിക്കും. കൂടാതെ ഏത് സർക്കിളിൽ ആണ് ആ ബാങ്ക് പ്രവർത്തിക്കുന്നത് എന്ന് അതിൽ ഉണ്ടാകും. പലപ്പോഴും ഇന്റർവ്യൂ ബോർഡ് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ബാങ്ക് ഏത് സർക്കിളിന്റെ കീഴിലാണ് എന്നുള്ളത്. ഇത്തരം വെബ്സൈറ്റ് നോക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി ഉത്തരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഒക്കെ മുമ്പ് പല മേഖലയിൽ നിന്നും പഠിച്ച് അറിവുള്ളതാണ്. അതുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനം ഓഡിറ്റ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ആരാണ് അവിടെ ഓഡിറ്റ് ചെയ്യുന്നത് എന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആരൊക്കെയാണ് അവിടെ മെമ്പറായി ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വ്യക്തികൾക്ക് മാത്രമാണോ അവിടെ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റിന് അവിടെ ഷെയർ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ള സൊസൈറ്റികൾക്ക് അവിടെ മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ആ വർഷം ടോട്ടൽ എത്ര മെമ്പേഴ്സ് അവിടെ ഉണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. വീണ്ടും അടുത്ത വർഷം നോക്കാൻ വേണ്ടി ഇവിടെ ഹോം എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ട് പോയി ഓഡിറ്റ് ഡാറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ട് പോയി ഓഡിറ്റ് ഡാറ്റ എന്നതിൽ അടുത്ത വർഷം കൊടുക്കുക. വീണ്ടും താഴോട്ട് പോയി ഓഡിറ്റഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ടാക്സ് സെലക്ട് ചെയ്യുക. തുടർന്ന് ആ ബാങ്കിന്റെ താലൂക്ക് സെലക്ട് ചെയ്യുക. അങ്ങനെ ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. ഇവിടെ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇന്റർവ്യൂവിന് ചോദിക്കാറുണ്ട്. ഇനി പറയാൻ വേണ്ടി പോകുന്ന കാര്യം, നിങ്ങൾ ഇന്റർവ്യൂവിന് ആ ബാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ആദ്യം അത് ബന്ധപ്പെട്ട അധികാരികളെ കണ്ട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് ഇന്റർവ്യൂ ലെറ്റർ കാണിച്ചു കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ വെയിറ്റ് ചെയ്യുക. അവർ സമയമാകുമ്പോൾ നിങ്ങളെ ഇന്റർവ്യൂ ഹാളിലേക്ക് കടത്തിവിടും. ഇന്റർവ്യൂ ഹാളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വാതിൽ അടച്ചിട്ടാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ നോക്ക് ചെയ്യണം. അതിനുശേഷം മേ ഐ കമ്മിങ് എന്ന് പറഞ്ഞുകൊണ്ട് പെർമിഷൻ കിട്ടിയ ശേഷം മാത്രം അകത്തേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുക. ഡോറിന്റെ പുറത്തു നിന്നും ആരെങ്കിലും അകത്തോട്ട് കയറിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തോട്ട് കടക്കാം. 3 മുതൽ 15 അംഗങ്ങൾ വരെയുള്ള ആളുകൾ ചിലപ്പോൾ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടാകാം. നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കാനോ പേടിക്കാനോ പാടില്ല. നിങ്ങളുടെ ഇന്റർവ്യൂ സമയം അനുസരിച്ച് ഗുഡ് മോർണിംഗ്, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് എന്ന് നിർബന്ധമായി പറഞ്ഞിരിക്കണം. അത്യാവശ്യം ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യണം. കാരണം ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആളുകൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ അവരുടെ ശ്രദ്ധ ആകർഷിക്കൂ. അഭിസംബോധന ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർ അത് നോട്ട് ചെയ്യും. ഇന്റർവ്യൂ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളോട് പല കാര്യങ്ങളും ചിലപ്പോൾ ചോദിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാവും, അതുപോലെ അറിയുന്ന കാര്യങ്ങൾ ഉണ്ടാകും. അറിയാത്ത കാര്യങ്ങളാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അറിയില്ല എന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയേണ്ടത് ഏത് ടൈപ്പ് ചോദ്യം ആണ് ചോദിച്ചത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അടുത്ത വീഡിയോയിൽ ഇന്റർവ്യൂവിന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും സഹിതം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പറയുന്ന ഉത്തരങ്ങൾ കുറച്ച് പക്വതയോടുകൂടി അവതരിപ്പിക്കണം. ഉദാഹരണമായി, നിങ്ങൾക്ക് എത്ര മാർക്ക് എഴുത്തു പരീക്ഷയ്ക്ക് കിട്ടി എന്ന് ചോദിക്കാം.
നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ലഭിച്ച യഥാർത്ഥ മാർക്ക് ഇന്റർവ്യൂ ബോർഡിൽ ഉള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന്റെ മാർക്ക് വളരെ കുറച്ചേ തരികയുള്ളൂ. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് ആ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് കൃത്യമായി ഓർമ്മയില്ല എന്നോ, അല്ലെങ്കിൽ ഒരുപാട് എക്സാം എഴുതിയത് കൊണ്ട് എനിക്കത് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല എന്നോ, അല്ലെങ്കിൽ ഒരു 80-നടുത്ത് മാർക്ക് ഉണ്ടാവും എന്ന രീതിയിൽ മാത്രമേ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അല്ലാതെ എക്സാക്റ്റ് ഇത്ര മാർക്ക് ഉണ്ട് എന്ന് നിങ്ങൾ ഒരിക്കലും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ യഥാർത്ഥ മാർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെയുള്ള ആളുകൾ അത് പല രീതിയിൽ എടുക്കാം. അതായത് നിങ്ങളുടെ കയ്യിലുള്ള കോൺഫിഡന്റ് ആയി സൂക്ഷിക്കേണ്ട ഒരു ഇൻഫർമേഷൻ നിങ്ങൾ സ്വന്തം താല്പര്യം മറന്ന് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുമ്പോൾ, നിങ്ങൾ ഈ ബാങ്കിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ബാങ്കിലെ കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും എന്ന രീതിയിൽ വേണമെങ്കിൽ അതിനെ എടുക്കാം. അതുകൊണ്ട് ഒരിക്കലും യഥാർത്ഥ മാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അതുപോലെ ഇന്റർവ്യൂ ലിസ്റ്റിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒരിക്കലും നിങ്ങളുടെ യഥാർത്ഥ മാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങളുടെ റാങ്ക് ഏറ്റവും താഴെയായിരിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഇന്റർവ്യൂവിന് കയറി കഴിഞ്ഞാൽ നിങ്ങളോട് പല ചോദ്യങ്ങളും ഇന്റർവ്യൂ ബോർഡിലുള്ളവർ ചോദിക്കാം. നിങ്ങൾ യെസ് ഓർ നോ എന്ന് മാത്രം പറയുന്നത് കേൾക്കാൻ വേണ്ടിയല്ല അവിടെയുള്ള ആളുകൾ ഇരിക്കുന്നത്. സന്ദർഭത്തിനനുസരിച്ച് അതിന്റെ വിശദീകരണം കൊടുക്കാൻ വേണ്ടി പറ്റണം. നിങ്ങളുടെ മറുപടികളാണ് ഇന്റർവ്യൂ ബോർഡിൽ ഉള്ള ആളുകളെ ഇംപ്രസ് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ചോദ്യങ്ങൾക്കും നല്ല രീതിയിൽ മറുപടി പറയാൻ വേണ്ടിയുള്ള കഴിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അടുത്ത വീഡിയോയിൽ ഇന്റർവ്യൂവിന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് വളരെയധികം വർദ്ധിക്കും. അതിനുവേണ്ടിയാണ് ഇവിടെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളോട് ഇന്റർവ്യൂ ബോർഡിൽ ഉള്ള ആൾക്കാർ ആരെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഉത്തരം പറയേണ്ടത് ആ ചോദ്യം ചോദിച്ച ആളുടെ മുഖത്ത് മാത്രം നോക്കിയല്ല, മറിച്ച് അവിടെയുള്ള എല്ലാ ആൾക്കാരുടെയും മുഖത്ത് നോക്കി വേണം നിങ്ങൾ അതിന്റെ ഉത്തരം പറയേണ്ടത്. കാരണം അദ്ദേഹം ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അവിടെയുള്ള എല്ലാ ആളുകളെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഉത്തരം പറയുമ്പോൾ ആ ചോദ്യം ചോദിച്ച വ്യക്തിയെ കൂടാതെ ബാക്കിയുള്ള ആൾക്കാരുടെയും കൂടി മുഖത്ത് നോക്കിയിട്ട് വേണം ഉത്തരം പറയാൻ വേണ്ടിയിട്ട്. പ്രാഥമിക കാർഷിക വികസന ബാങ്ക്, സൂപ്പർ ക്രെഡിറ്റ് ബാങ്ക്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, റൂറൽ ബാങ്ക്, അതുപോലെ ചില സ്പെഷ്യൽ ക്രെഡിറ്റ് ബാങ്കുകൾ ഒക്കെ ചിലപ്പോൾ ഇംഗ്ലീഷിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടി പറയും. പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ ചോദിക്കുകയും ഇംഗ്ലീഷ് തന്നെ ഉത്തരം പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യും. നിങ്ങൾ വളരെയധികം ഇംഗ്ലീഷിൽ ഉത്തരം പറയാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ നിങ്ങളുടെ ഡ്രസ് കോഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറയണം എന്ന് അടുത്ത വീഡിയോയിൽ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ഏത് തരം ചോദ്യങ്ങൾ ചോദിച്ചാലും അതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം എന്നുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഉണ്ടാകും. ഒരിക്കൽ കൂടി പറയുകയാണ്, പ്രാഥമിക കാർഷിക വികസന ബാങ്ക്, സൂപ്പർ ക്രെഡിറ്റ് ബാങ്ക്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, റൂറൽ ബാങ്ക്, അതുപോലെ ചില സ്പെഷ്യൽ ക്രെഡിറ്റ് ബാങ്കുകൾ ഒക്കെ ചിലപ്പോൾ ഇംഗ്ലീഷിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതുപോലെ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതും. അതുകൊണ്ട് എല്ലാവരും ഇംഗ്ലീഷിൽ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഇന്റർവ്യൂവിന് വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ഇന്റർവ്യൂവിന് വരുന്ന എല്ലാ ആളുകളുടെയും കോൺടാക്റ്റ് നമ്പർ നിങ്ങൾ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുക. കാരണം നാളെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടു മുകളിൽ ഒക്കെ ആയിരിക്കും അവരുടെ സ്ഥാനം. നമ്മുടെ സ്ഥാനവും ഏറ്റവും താഴെയായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ്, തൊട്ടു മുകളിലുള്ള ആൾക്കാരുടെ കോൺടാക്റ്റ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവരോട് ആ ബാങ്കിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. പല ആളുകളും പല നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ഇന്റർവ്യൂവിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകും, അല്ലെങ്കിൽ പല PSC ലിസ്റ്റുകളിലും ഉണ്ടാവും. എല്ലാ ആളുകളെയും ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം പിന്നെ കാണണം എന്നില്ല. ചിലർ ഇന്റർവ്യൂവിൽ പങ്കെടുക്കും, പക്ഷേ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യണമെന്നില്ല. കൂടാതെ അവരെ പരിചയമുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടിയില്ലെന്നും വരാം. നിങ്ങൾ ഇന്റർവ്യൂവിന് വരുന്ന ആൾക്കാരെ പരിചയപ്പെടുകയും അവരെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും അവരുടെ ഫോൺ നമ്പർ വാങ്ങിക്കുകയും വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി ലഭിക്കാനുള്ള സാധ്യത ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ട് മുകളിൽ ഉള്ള വ്യക്തി NOC കൊടുക്കുന്നവരെ വെയിറ്റ് ചെയ്യുകയും NOC കൊടുത്തു കഴിഞ്ഞ് ചുരുങ്ങിയത് 1 മാസമൊക്കെ ജോലി ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടതായി വരും. ഇങ്ങനെ
2 3 വ്യക്തികൾ ഒക്കെ NOC കൊടുക്കാൻ വേണ്ടി ലേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ വേണ്ടി വളരെയധികം കാലതാമസം വരും. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധയോടെ ഓർക്കേണ്ടതാണ്. ഒരിക്കൽ കൂടി പറയുകയാണ്, ഓരോരുത്തരുടെയും റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ ആളുകളുടെയും ഫോൺ നമ്പർ ഗ്രൂപ്പിൽ ഉണ്ട് എന്നും കൂടാതെ നിങ്ങൾ ആ ഫോൺ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നും ഉറപ്പിക്കുക. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത്തരം ആളുകളെ അവർ ആ ബാങ്കിൽ ജോയിൻ ചെയ്യുന്നില്ല എങ്കിൽ NOC കൊടുക്കുന്നതിന് വേണ്ടി ആവശ്യമായി വരാം. ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. ഇന്റർവ്യൂ കഴിഞ്ഞാലും നിങ്ങൾക്ക് ജോലി കിട്ടാൻ ചുരുങ്ങിയത് 1 മുതൽ 2 മാസം വരെ സമയമെടുക്കും. കാരണം ഇന്റർവ്യൂ കഴിഞ്ഞ് ആ ലിസ്റ്റുകൾ CSEBിക്ക് അയച്ചു കൊടുത്ത ശേഷം CSEB ആണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. CSEB റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ 1 മാസം വരെ സമയമെടുക്കാം. കൂടാതെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള അറിയിപ്പ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കൊടുക്കാറുണ്ട്. ആ ട്രെയിനിങ് നോക്കിക്കഴിഞ്ഞാണ് ഓരോ ഉദ്യോഗാർത്ഥികൾക്കും അഡ്വൈസ് മെമ്മോ CSEB കൊടുക്കുന്നത്. CSEB റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം ഓരോ ബാങ്കും വീണ്ടും ബോർഡ് മീറ്റിംഗ് കൂടിച്ചേർന്ന് തീരുമാനമെടുത്ത് നമുക്ക് അപ്പോയിൻമെന്റ് ഓർഡർ അയക്കുന്നതുവരെ ചിലപ്പോൾ കുറച്ച് സമയം എടുത്തേക്കാം. അതായത് ഷോർട്ട് ലിസ്റ്റ് വന്ന് ആ ബാങ്കിൽ നിന്ന് നമുക്ക് അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടുന്നതുവരെ ചുരുങ്ങിയത് 3 മുതൽ 4 മാസം വരെ സമയം എടുക്കാം. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ മറ്റേതെങ്കിലും എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സാമിന് വേണ്ടി വളരെയധികം പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് നല്ല ബാങ്കിൽ ജോലി ലഭിച്ചില്ലെങ്കിൽ ഒരിക്കലും നിരാശനാകാൻ വേണ്ടി പാടില്ല. മിനിമം 3 വർഷം ഒരു ബാങ്കിൽ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള ബാങ്കിലോട്ട് കയറാനുള്ള ഒരു ഓപ്ഷൻ അവിടെയുണ്ട്. നമുക്കറിയാം, സൊസൈറ്റി കാറ്റഗറിയിൽ വളരെ കുറച്ച് മാർക്ക് മാത്രമേ വേണ്ടൂ കേരള ബാങ്കിൽ കയറാൻ വേണ്ടി. അതുകൊണ്ട് മിനിമം 3 വർഷമെങ്കിലും ഒരു ബാങ്കിൽ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരള ബാങ്കിൽ ഈസി ആയിട്ട് കയറാനുള്ള ഒരു സാഹചര്യം അവിടെയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന ബാങ്കിന്റെ ഒക്കെ വീഡിയോ എടുത്തു വെക്കാം. കാരണം നാളെ സക്സസ് സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് അത് വളരെയധികം ഉപകാരപ്പെടും. സ്റ്റാറ്റസ് മറ്റ് കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. NOC കൊടുക്കുമ്പോഴും ഒരു ബാങ്കിൽ ജോയിൻ ചെയ്യുമ്പോഴും അതുപോലെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നും വേറെ ബാങ്കിൽ ജോയിൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മറ്റ് PSC ലിസ്റ്റുകളിൽ ഉള്ള ജോലിയിലേക്ക് പോകുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതും ഇവിടെ പറയുകയാണ്. ഒരു ബാങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ ആ ബാങ്കിന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത്. അതറിയാൻ വേണ്ടി ക്യാമൽ സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് മോസില്ല ഫയർഫോക്സ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വേണം ക്യാമൽ സൈറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി. പലർക്കും ഗൂഗിൾ ക്രോമിൽ നിന്ന് ഈ ഒരു വെബ്സൈറ്റ് എടുക്കുമ്പോൾ കിട്ടാറില്ല. അതുകൊണ്ട് മോസില്ല ഫയർഫോക്സ് എടുത്ത് അതിൽ ഗൂഗിളിൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് വരുന്ന www.cooperation.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. തുടർന്ന് ഗവേണൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് സർവീസസ് എന്നത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്യാമിസ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ഡാഷ്ബോർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഏറ്റവും താഴോട്ട് പോയി സൊസൈറ്റീസ് ബൈ ഓഡിറ്റ് എന്ന ഭാഗത്ത് വന്ന് അവിടെ ഓഡിറ്റ് ഡാറ്റ ഇയർ വൈസ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നമുക്ക് കുറച്ച് വർഷത്തെ റിപ്പോർട്ട് കാണാവുന്നതാണ്. നിങ്ങൾ 3-4 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുക. അതിനായി നിങ്ങൾക്ക് ആവശ്യമായ ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്യുക. വീണ്ടും താഴോട്ട് തന്നെ പോയ ശേഷം അവിടെ ഓഡിറ്റഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ആ വർഷത്തെ ഓഡിറ്റ് ചെയ്ത എല്ലാ സൊസൈറ്റികളുടെയും ഡാറ്റ ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് നേരത്തെ എടുത്ത കേരളത്തിലെ പ്രശസ്തമായ കോപ്പറേറ്റീവ് സൊസൈറ്റി തന്നെ എടുക്കാം. എല്ലാ സൊസൈറ്റിയും എടുക്കുമ്പോൾ അവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഓഡിറ്റ് ക്ലാസിഫിക്കേഷനും അതുകൂടാതെ പ്രോഫിറ്റുമാണ്. വീണ്ടും അടുത്ത വർഷം നോക്കാൻ വേണ്ടി ഇവിടെ ഹോം എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ട് പോയി ഓഡിറ്റ് ഡാറ്റ എന്നതിൽ വീണ്ടും അടുത്ത വർഷം കൊടുക്കുക. വീണ്ടും താഴോട്ട് പോയി ഓഡിറ്റഡ് എന്നത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ടാക്സ് സെലക്ട് ചെയ്യുക. തുടർന്ന് ആ ബാങ്കിന്റെ താലൂക്ക് സെലക്ട് ചെയ്യുക. അങ്ങനെ ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. ഇവിടെ ആദ്യം നോക്കേണ്ടത് ഓഡിറ്റ് ക്ലാസിഫിക്കേഷനും
കൂടാതെ ബാങ്കിന്റെ ഗ്രേഡുമാണ്. തുടർച്ചയായിട്ട് എ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല സൊസൈറ്റി ആണ്. പിന്നെ ബി ക്ലാസും നല്ലത് തന്നെയാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ സാലറി ലഭിക്കുന്നത് സൂപ്പർ ഗ്രേഡ് ബാങ്കും അതുപോലെ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കും ആണ്. എന്നാൽ ഒരു ബാങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാങ്കിന്റെ ഗ്രേഡ് കൂടാതെ അവിടെ ഏത് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ആണ് എന്നതാണ്. അതായത് ആദ്യം ബാങ്കിന്റെ ഗ്രേഡ് നോക്കിയ ശേഷം ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ആണ് അതിനുശേഷം നോക്കേണ്ടത്. ചിലപ്പോൾ ഒരു ബാങ്ക് സ്പെഷ്യൽ ഗ്രേഡ് ആയിരിക്കും, പക്ഷേ ആ ബാങ്കിന്റെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ചിലപ്പോൾ സിഒ ഡിഒ ആയിരിക്കും. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ നഷ്ടമായി തീരും. ഒരു ബാങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ വർഷവും എത്ര പ്രോഫിറ്റ് വരുന്നുണ്ട് എന്ന് ക്യാമിസ് സൈറ്റിൽ നോക്കേണ്ടതാണ്. ഡി ക്ലാസ് ഉള്ള സൊസൈറ്റി ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് കഴിഞ്ഞ് ലിക്വിഡേഷനിലേക്ക് സൊസൈറ്റി പോകും. അതുകൊണ്ട് അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ നിങ്ങൾ ഏത് ബാങ്കിലാണ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബാങ്കിന്റെ ഗ്രേഡ് പരിശോധിക്കുക. ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ഓരോ വർഷവും ആ ബാങ്ക് ഏത് ഓഡിറ്റ് ക്ലാസിഫിക്കേഷനിൽ ആണ് വരുന്നത് എന്ന് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ ജോയിൻ ചെയ്താൽ ആണ് നല്ലത് എന്നുള്ളത്. ക്രെഡിറ്റ് സഹകരണ സംഘങ്ങളുടെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ സാധാരണ 4 കാറ്റഗറിയാണ് ഉള്ളത്. ഓരോ മാനദണ്ഡ പ്രകാരം മാർക്കറ്റ് കൊണ്ടാണ് ഇത്തരം തരംതിരിവ് നടത്തുന്നത്. ഇതിൽ ആദ്യത്തെ വിഭാഗം എ ക്ലാസ് ആണ്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഡിറ്റ് മാനുവൽ പ്രകാരം എ ക്ലാസ് സംഘങ്ങളുടെ വിശദീകരണം എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇത്തരം സൊസൈറ്റികൾക്ക് ആ സംഘത്തിന്റെ പ്രവർത്തനത്തിന് മറ്റ് ആരുടെയും സഹായം ആവശ്യമില്ലാത്ത സംഘമാണ്. അതായത് സഹകരണ യൂണിയനിൽ നിന്നും എപെക്സ് ബാങ്കിൽ നിന്നും ഒരു മേൽനോട്ടവും ഇത്തരം സൊസൈറ്റികൾക്ക് ആവശ്യമില്ല. കൂടാതെ അത്തരം സൊസൈറ്റികളുടെ അംഗങ്ങളുടെ വായ്പകളുടെ കുടിശ്ശിക മൊത്തം വായ്പയുടെ 10% താഴെ ആയിരിക്കണം. കൂടാതെ സൊസൈറ്റി സ്വന്തമായി ശമ്പളം ലഭിക്കുന്നതും യോഗ്യതയുള്ളതുമായ ജീവനക്കാരെ പരിപാലിക്കുന്നതും കൂടാതെ തന്നെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി ആയിരിക്കുകയും വേണം. ഇത്തരം സൊസൈറ്റികളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി അവസരം കിട്ടിയാൽ അത് വളരെ നല്ലതാണ്. നിങ്ങളുടെ ജോലി സുരക്ഷ ഉറപ്പാണ്. കൂടാതെ പ്രൊഫഷണലായി കാര്യങ്ങൾ ചെയ്യുന്ന സംഘങ്ങൾ ആയിരിക്കും ഇത്തരം സംഘങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ എ ക്ലാസ് സംഘങ്ങൾ ഉണ്ടെങ്കിൽ കൂടാതെ ആ ബാങ്കിന്റെ ഗ്രേഡ് പരിശോധിച്ച് അത് സൂപ്പർ ഗ്രേഡ് ആണോ സ്പെഷ്യൽ ഗ്രേഡ് ആണോ എന്ന് നോക്കുക. അതിനുശേഷം അത്തരം ബാങ്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീട്ടിൽ നിന്നും ഇത്തരം സൊസൈറ്റികൾ ഒരുപാട് ദൂരെയാണെങ്കിലും നിങ്ങളുടെ കരിയർ ഉയർത്തുവാനും കൂടാതെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുവാനും ഇത്തരം സംഘങ്ങളിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ബി ക്ലാസ് സൊസൈറ്റികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ കുടിശ്ശിക 25% താഴെ ആയിരിക്കണം. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റികൾ തന്നെയാണ്. ഇത്തരം സൊസൈറ്റികളിൽ വർക്ക് ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. അതുകൊണ്ട് സൂപ്പർ ഗ്രേഡ് ബാങ്കുകളോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കുകളോ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ പ്രകാരം ബി ക്ലാസ് വരുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ് സി സൊസൈറ്റി ആണെങ്കിൽ ഓവർ ഡ്യൂ കുടിശ്ശിക 40% താഴെ ആയിരിക്കണം. അതുപോലെ സാമ്പത്തിക സ്ഥിതി അത്ര കുഴപ്പമില്ലാത്തതാണ്. എപ്പോൾ വേണമെങ്കിലും ക്ലാസ് ബിയിലേക്ക് അല്ലെങ്കിൽ ക്ലാസ് ഡിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. മറ്റു ബാങ്കുകളുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ ഇത്തരം സൊസൈറ്റികളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ് ഡി സൊസൈറ്റികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓവർ ഡ്യൂ കുടിശ്ശിക 40% അധികരിക്കുന്ന സംഘങ്ങളാണ്. ഇത്തരം സംഘങ്ങൾ 2-3 വർഷം തുടർച്ചയായി ഡി ക്ലാസ്സിൽ ആണ് എങ്കിൽ അത്തരം സംഘങ്ങൾ ലിക്വിഡേറ്റ് ചെയ്യേണ്ടതായി വരും. ഇത്തരം സംഘങ്ങളിൽ ജോലി ചെയ്യുവാൻ അത്ര നല്ലതല്ല. കാരണം എപ്പോൾ വേണമെങ്കിലും ലിക്വിഡേറ്റ് ചെയ്യപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇത്തരം സംഘങ്ങളിൽ ജോലി ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവർ ഡ്യൂ കുടിശ്ശിക ഒരുപാട് കൂടുന്നത് കൊണ്ടും കൂടാതെ ഒരുപാട് പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടും ആണ് പല സൊസൈറ്റികളും നഷ്ടത്തിലേക്ക് പോകുന്നതും താഴ്ന്ന ക്ലാസുകളിലേക്ക് തരം താഴ്ത്തപ്പെടുകയും ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ കരിയർ ഉയർത്താൻ വേണ്ടി സ്വയം മനസ്സിലാക്കി ഏതുതര സംഘങ്ങളിലാണ് ഏറ്റവും നല്ലത് എന്ന് നോക്കി നിങ്ങൾ അത്തരം സംഘങ്ങളിൽ ജോയിൻ ചെയ്യുക. ചില നോട്ടിഫിക്കേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ബാങ്കുകളിൽ 2 അതിൽ കൂടുതലോ വേക്കൻസി ഒക്കെ ഉണ്ടാവും. അത്തരം ബാങ്കുകളിൽ എല്ലായ്പ്പോഴും ഒരുമിച്ച് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കാറില്ല. ചിലപ്പോൾ ഒരാൾക്ക് ഈ മാസം കൊടുത്തു കഴിഞ്ഞ്
2-3 മാസം കഴിഞ്ഞ് ആണ് ചിലപ്പോൾ അടുത്ത വ്യക്തിക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ അയക്കുന്നത്. അങ്ങനെയുള്ള കേസുകൾ ഒക്കെ ഉണ്ട്. നിങ്ങൾ NOC കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ആ ബാങ്കിൽ നിന്നും അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടും എന്നുള്ള ഉറപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവണം. എക്സാമിനേഷൻ ബോർഡ് ചിലപ്പോൾ എന്താണ് നിങ്ങൾ 2ാമത്തെ റാങ്കിലാണ് ഉള്ളത് എന്നും അവിടെ വേക്കൻസി ഉള്ളത് കൊണ്ട് മറ്റ് ബാങ്കുകളിലെ NOC വേണം എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അത് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി പാടില്ല. ഒരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ ഒരു ബാങ്കിൽ 1 മുതൽ 7 വരെയുള്ള വേക്കൻസി ഉണ്ട് എന്ന് വിചാരിക്കുക. ആ റാങ്ക് ലിസ്റ്റിൽ ചിലപ്പോൾ 7ാമത്തെ റാങ്ക് ആയിരിക്കും നിങ്ങൾ ഉണ്ടാവുക. സോ 7ാമത്തെ റാങ്കിൽ ഉൾപ്പെട്ടു എന്ന് കരുതി നിങ്ങൾക്ക് CSEബിൽ നിന്ന് അഡ്വൈസ് മെമ്മോ ചിലപ്പോൾ കിട്ടിയേക്കാം. എന്നാൽ നിങ്ങൾക്ക് അവിടെ തന്നെ പെട്ടെന്ന് ജോലി ലഭിക്കണം എന്നില്ല. ജോലി ലഭിക്കാൻ ചിലപ്പോൾ കുറച്ച് കാലതാമസം വരാം. നിങ്ങൾ ഒരിക്കലും ബാക്കിയുള്ള ബാങ്കുകളിൽ പെട്ടെന്ന് NOC കൊടുക്കാൻ വേണ്ടി പാടില്ല. കാരണം നിങ്ങൾക്ക് സമയത്ത് അപ്പോയിന്റ്മെന്റ് ഓർഡർ അയച്ചാൽ മാത്രമേ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, മറ്റു ബാങ്കുകളുടെ NOC നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. കുറെ ആളുകൾ മുൻകൂട്ടി NOC ഒക്കെ കൊടുത്തു കഴിഞ്ഞ് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ അവസ്ഥ കാരണം അവർക്ക് വേറെ ബാങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് NOCയുമായുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പാടില്ല. നല്ലപോലെ ആലോചിച്ച് എല്ലാ സാഹചര്യങ്ങളും പഠിച്ച് മാത്രമേ നിങ്ങൾ തീരുമാനമെടുക്കാൻ വേണ്ടി പാടുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഡ്വൈസ് മെമ്മോ കിട്ടി എന്നുള്ളത് ആ ബാങ്കിൽ ജോലി ചെയ്യാം എന്നുള്ള ഒരു ഉറപ്പല്ല. മറിച്ച് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടുമ്പോൾ മാത്രമേ നിങ്ങൾ ആ ബാങ്കിൽ ജോയിൻ ചെയ്യുവാൻ യഥാർത്ഥത്തിൽ പറ്റുകയുള്ളൂ. കൂടാതെ NOC കൊടുക്കേണ്ടത് ഓരോ വ്യക്തികളുടെയും പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അത് CSEബിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്കോ നിർബന്ധപൂർവം ആവശ്യപ്പെടാൻ പറ്റിയ ഒന്നല്ല. PSCയിൽ എങ്ങനെയാണോ NOC കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും ബാധകമായുള്ളത്. കഴിവതും നിങ്ങൾ ഒരു ബാങ്കിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്ക് NOC കൊടുക്കുക. അങ്ങനെയെങ്കിൽ അവർക്കും പെട്ടെന്ന് ആ ബാങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ അടുത്തതായി നോക്കേണ്ടത് ബാങ്കിന്റെ വർക്കിംഗ് ടൈമാണ്. രാവിലെ 9 മണി മുതൽ 5 മണി വരെ ആയിരിക്കും പല ആളുകളും വർക്കിംഗ് ടൈമായി വിചാരിച്ചു കാണുക. എന്നാൽ അത് തെറ്റായ കാര്യമാണ്. ഓരോ ബാങ്കിലും ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാകും. അത്തരം ബ്രാഞ്ചുകളിൽ ചിലപ്പോൾ മോർണിംഗ് ബ്രാഞ്ചും അതുപോലെ ഈവനിംഗ് ബ്രാഞ്ചും ഒക്കെ ഉണ്ടാകാം. നമ്മൾ ഒരു ബാങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ഡേ ബ്രാഞ്ച് മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കൂ എന്ന് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല. ഏത് ബ്രാഞ്ചിലേക്കും നമ്മളെ പോസ്റ്റിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കാം. ചില ബ്രാഞ്ചുകളിൽ ഞായറാഴ്ചയും വർക്കിംഗ് ആയിരിക്കും. പകരം മറ്റേതെങ്കിലും ദിവസം ആയിരിക്കും നമുക്ക് അവധി കിട്ടുക. ഞാൻ വളരെ ദൂരെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ എത്താൻ ഒരുപാട് ലേറ്റ് ആകും എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർ അത് മനസ്സിലാക്കി നിങ്ങളുടെ സമയത്തിന് അനുയോജ്യമായ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യാൻ അനുവദിക്കാം. അല്ലാതെ എനിക്ക് ഇന്ന ബ്രാഞ്ച് മാത്രമേ പാടുള്ളൂ എന്ന് ഒരിക്കലും ആഗ്രഹിക്കാൻ വേണ്ടി പാടില്ല. ഏത് ബ്രാഞ്ചിലും വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റു ബാങ്കിലോട്ട് മാറാവുന്നതാണ്. ചില ബ്രാഞ്ച് നല്ല തിരക്കുള്ള ബ്രാഞ്ചുകൾ ആയിരിക്കും. ചില ബ്രാഞ്ചുകളിൽ രാവിലെ 8 മണി മുതൽ 12 മണി വരെയും അതേ ആളുകൾ തന്നെ വീണ്ടും വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെയും വർക്ക് ചെയ്യേണ്ടതായി വരാം. അങ്ങനെയുള്ള ബ്രാഞ്ചുകൾ ഉള്ള ബാങ്കുകൾ കേരളത്തിൽ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ രാവിലെ 8 മണിക്ക് ബാങ്കിൽ എത്തി 12 മണിക്ക് വീട്ടിൽ പോയി തിരിച്ചു വരാൻ ദൂരെയുള്ള ആളുകൾക്ക് പറ്റണം എന്നില്ല. അവിടെ തന്നെ രാത്രി 7 മണി വരെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പലപ്പോഴും ദൂരെയുള്ള ആളുകൾ ഇഷ്ടപ്പെടാറില്ല. അതുപോലെ ഉച്ചക്ക് 1 മണി മുതൽ രാത്രി 8 മണി വരെ വർക്കിംഗ് ടൈമുള്ള ബ്രാഞ്ചുകൾ ഉണ്ട്. അവർക്ക് ചിലപ്പോൾ ഞായറാഴ്ചയും വർക്കിംഗ് ഡേ ആയിരിക്കും. അതുകൊണ്ട് ഓരോ ബ്രാഞ്ചിന്റെയും വർക്കിംഗ് ടൈം നിങ്ങൾ ആ ബാങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ടതാണ്. നിങ്ങൾക്ക് അത്തരം സമയത്ത് അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിന്നും മാറേണ്ട ഒരു സാഹചര്യം വരാം. അതുകൊണ്ട് ബാങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേയും അതുപോലെ മറ്റു ബാങ്കുകളുടെ NOC കൊടുക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചില ആളുകൾ നിർബന്ധമായി പരിഗണിക്കേണ്ട ഒന്നാണ് ലാംഗ്വേജ് പ്രോബ്ലം. അതായത് തിരുവനന്തപുരത്തു നിന്നും അതുപോലെ കൊല്ലം ഭാഗത്തു നിന്നും കാസർഗോഡേക്ക് ഒരാൾ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ തങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം ആണോ ഉള്ളത് എന്ന് പരിശോധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ലാംഗ്വേജ് എന്ന് പറയുന്നത്. പൊതുവെ ഓരോ സ്ഥലങ്ങളിലും ആളുകളുടെ സംസാര രീതി വളരെയധികം വ്യത്യാസമാണ്. ബാങ്കിൽ ഉള്ള ആളുകൾ നമ്മളോട് സംസാരിക്കുന്ന രീതി ചിലപ്പോൾ
നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അവിടുത്തെ കസ്റ്റമേഴ്സ് സംസാരിക്കുന്ന രീതി ചിലപ്പോൾ വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കും. ചിലപ്പോൾ 3ഉം 4ഉം തവണ നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ മാത്രമേ നമുക്കത് എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ലാംഗ്വേജ് പ്രോബ്ലം പല ആളുകളും ഫേസ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ദൂരെ ഏതെങ്കിലും സ്ഥലങ്ങളിലാണ് ജോയിൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവിടെ ജോയിൻ ചെയ്താൽ ലാംഗ്വേജ് പ്രോബ്ലം മൂലം അവിടെ വർക്ക് ചെയ്യാൻ പറ്റാവുന്ന സാഹചര്യം ആണോ എന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതാണ്. ഈ ഒരു ലാംഗ്വേജ് പ്രോബ്ലം മൂലം തിരുവനന്തപുരത്തു നിന്നും അതുപോലെ കൊല്ലത്തു നിന്നുള്ള ആൾക്കാരൊക്കെ കാസർഗോഡ് ജില്ലയിൽ ജോയിൻ ചെയ്ത് അവിടെ നിന്നും പെട്ടെന്ന് തന്നെ റിസൈൻ ചെയ്യേണ്ട സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ലാംഗ്വേജ് പ്രോബ്ലം കൂടി നിങ്ങൾ പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ ബാങ്കിന്റെയും റാങ്ക് ലിസ്റ്റ്, അതായത് നിങ്ങൾ ഉൾപ്പെട്ട എല്ലാ ബാങ്കിന്റെയും റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം മാത്രം NOC കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് എന്താണ്, CSEB കുറച്ച് ബാങ്കുകളുടെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായാണ് കാണുന്നത്. അങ്ങനെയുള്ള കേസുകളിൽ എല്ലാ ബാങ്കുകളുടെയും റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം മാത്രം NOC കൊടുക്കുക. അതുകൂടാതെ NOC കൊടുക്കേണ്ടത് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ അതാത് ബാങ്കുകൾ അവിടെ നിന്ന് അയച്ച ശേഷം അവിടെ ജോയിൻ ചെയ്യുന്നില്ല എങ്കിൽ മാത്രം കൊടുത്താൽ മതി. അല്ലാതെ മുൻകൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നതിന് അർത്ഥം നിങ്ങളുടെ ഊഴം എത്തുമ്പോൾ അവിടെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് എന്നാണ്. നിങ്ങൾക്ക് ഒരു ബാങ്കിൽ ജോയിൻ ചെയ്ത് ആ ബാങ്ക് കുഴപ്പമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് NOC കൊടുക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ മറ്റുള്ള ആളുകൾക്കും പെട്ടെന്ന് ജോലി ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടേതായ തീരുമാനമാണ് NOC കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളത്. നിങ്ങൾ നല്ല തീരുമാനങ്ങൾ സമയമാകുമ്പോൾ എടുക്കുക. ചില ബാങ്കിൽ ജോയിൻ ചെയ്ത ശേഷം ആയിരിക്കും ബാങ്ക് നമ്മളോട് ഓരോ കണ്ടീഷൻസ് പറയുന്നത്. ഇത്തരം കണ്ടീഷൻസ് നമുക്ക് പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ചില സാഹചര്യങ്ങളിൽ പറ്റാറില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവിടെ നിന്നും മാറാൻ വേണ്ടി പലപ്പോഴും ആഗ്രഹിക്കും. അങ്ങനെയുള്ള കേസുകളിലും നമ്മൾ പെട്ടെന്ന് മറ്റുള്ള ബാങ്കുകളുടെ NOC കൊടുത്തു കഴിഞ്ഞാൽ നിലവിലുള്ള ബാങ്കിൽ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നിർബന്ധിതരാകും. ഇന്റർവ്യൂ ഒക്കെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ടാകും. പക്ഷേ ജോയിൻ ചെയ്ത ശേഷം ഉണ്ടാവുന്ന ഇത്തരം അനുഭവങ്ങൾ അല്ലെങ്കിൽ നമുക്കുമേൽ അടിച്ചേൽപ്പിക്കുന്ന ചില നിബന്ധനകൾ മൂലം പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടിൽ ആവാറുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. പലപ്പോഴും പല ആളുകളും ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് വീടിന് ഏറ്റവും അടുത്തുള്ള ബാങ്കിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. ചില ബാങ്കുകൾ നിങ്ങളുടെ വീടിന്റെ ഏറ്റവും അടുത്തായിരിക്കും. അല്ലെങ്കിൽ അവിടേക്ക് പെട്ടെന്നൊക്കെ എത്താൻ വേണ്ടി സാധിക്കും എന്ന് നിങ്ങൾ വിചാരിക്കും. അല്ലെങ്കിൽ ധാരാളം വാഹന സൗകര്യങ്ങൾ ഒക്കെ ആ ഭാഗത്തേക്ക് ഉണ്ടാകും എന്ന് നിങ്ങൾ കരുതും. പക്ഷേ ആ ബാങ്കിന്റെ ബ്രാഞ്ചുകൾ വീട്ടിൽ നിന്നും വളരെയധികം ദൂരെയായിരിക്കും ഉണ്ടാവുക. മറ്റുള്ള ജില്ലകളിലെ ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ കൂടുതലായും ചിന്തിക്കാറില്ല. കാരണം ഏറ്റവും അടുത്തായിരിക്കും ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡോ ആ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് പരിസരത്ത് ഉണ്ടാവുക. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ദൂരെയുള്ള ആളുകൾ ചിലപ്പോൾ ആ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിന്റെ അടുത്തോ കണ്ടാൽ ആ ബാങ്ക് മതി എന്ന് കരുതി അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. ആദ്യത്തെ കുറച്ച് ദിവസം ഹെഡ് ഓഫീസിൽ ആയിരിക്കും ചിലപ്പോൾ പോസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവുക. പിന്നീട് വേറെ ബ്രാഞ്ചിലോട്ട് മാറ്റും. ചിലപ്പോൾ ആ ബ്രാഞ്ചിലേക്ക് ബസ് സൗകര്യങ്ങൾ ഒക്കെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അടുത്തുള്ള ബാങ്ക് നോക്കിയാണ് നിങ്ങൾ ആ ബാങ്കിൽ ജോയിൻ ചെയ്യാനുള്ള തീരുമാനമെടുക്കുന്നത് എങ്കിൽ അത് ഒന്നുകൂടി പരിശോധിക്കുന്നതായിരിക്കും നല്ലത്. ശരിക്കും വീടിനടുത്തുള്ള ബാങ്കിൽ അല്ല നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്, മറിച്ച് നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ബാങ്കിനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. എങ്ങനെയുള്ള ബാങ്ക് ആണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് കുറച്ചു മുന്നേ വീഡിയോയിൽ പറഞ്ഞതാണ്. ആ ഭാഗം ഒന്നുകൂടി കേൾക്കുക. നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ബാങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ നല്ല രീതിയിൽ അന്വേഷിച്ച് മാത്രം അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഒരു ബാങ്കിൽ കയറി അവിടെ കുറച്ചുനാൾ വർക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഒരിക്കലും റാങ്ക് ലിസ്റ്റിൽ താഴെയുള്ള വേറൊരാൾക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും ആ ബാങ്ക് മാറാൻ വേണ്ടി പാടില്ല. നിങ്ങൾ ഒരു ബാങ്കിൽ ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ പറ്റിയതല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ വേറെ ബാങ്കിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മാറാവുന്നതാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബാങ്കിൽ കയറാൻ ഉണ്ടെങ്കിൽ ആ കയറാൻ പോകുന്ന ബാങ്കിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കണം.
അന്വേഷിച്ച ശേഷം നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ചിലപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതിനേക്കാൾ വളരെ മോശമായ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും നമ്മൾ പുതുതായി കയറാൻ വേണ്ടി പോകുന്ന ബാങ്കിൽ ഉണ്ടാവുക. സോ നിങ്ങൾ കൃത്യമായി നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രമേ നിങ്ങൾ എന്തു ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, വേറെ ബാങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. ചില ആളുകൾക്ക് ചിലപ്പോൾ നല്ല ബാങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റി എന്ന് വരില്ല, അല്ലെങ്കിൽ ജോയിൻ ചെയ്ത ബാങ്കിൽ ചിലപ്പോൾ നല്ല അറ്റ്മോസ്ഫിയർ ആയിരിക്കുകയല്ല ഉണ്ടാവുക. ചിലപ്പോൾ ഭയങ്കര തിരക്കുള്ള ബ്രാഞ്ച് ആയിരിക്കാം, നല്ല രീതിയിൽ ആയിരിക്കില്ല ചില ജീവനക്കാരുടെ പെരുമാറ്റം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ അവിടെ നിന്നും മാറേണ്ട ആവശ്യമൊക്കെ നമുക്ക് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ മറ്റേതെങ്കിലും നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ എക്സാമിന് കൂടി പഠിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മിനിമം 3 വർഷം ഒരു ബാങ്കിൽ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ കേരള ബാങ്കിലോട്ട് സൊസൈറ്റി കാറ്റഗറി വഴി കയറാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. നമുക്കറിയാം, സൊസൈറ്റി കാറ്റഗറി വഴി കേരള ബാങ്കിൽ കയറിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് മാർക്ക് മാത്രമേ ആവശ്യമുള്ളൂ. ജനറൽ കാറ്റഗറിയിൽ കേരള ബാങ്കിൽ കയറുമ്പോൾ ഒരുപാട് മാർക്ക് ആവശ്യമുണ്ട്. എന്നാൽ സൊസൈറ്റി കാറ്റഗറിയിൽ കേരള ബാങ്കിലോട്ട് കയറാൻ വേണ്ടി വളരെ കുറച്ച് മാർക്ക് മാത്രമേ ആവശ്യമുള്ളൂ. ഓരോ ബാങ്കിലും ഓരോ രീതിയിലാണ് ചിലപ്പോൾ ടാർഗറ്റൊക്കെ നിശ്ചയിക്കുന്നത്. ജോയിൻ ചെയ്ത ശേഷം ആയിരിക്കും എന്താണ് അത്തരം ടാർഗറ്റ് എന്ന് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ടാർഗറ്റ് പൂർത്തിയാക്കാൻ പറ്റണമെന്നില്ല. നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ നിങ്ങൾ അത് ചെയ്യുക. ചെയ്യാത്തതിന്റെ പേരിൽ ആരും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയില്ല. നിങ്ങളെ അതിന്റെ പേരിൽ ചുമ്മാ പേടിപ്പിക്കുകയൊക്കെ ചിലപ്പോൾ ബാങ്കിലുള്ള ആൾക്കാർ ചെയ്തേക്കാം. നിങ്ങൾ ബാങ്കിൽ ജോയിൻ ചെയ്ത ശേഷം അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ, അവിടുത്തെ കസ്റ്റമേഴ്സിനെയൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഒരു സ്ഥിതിയിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എത്തും. അതുകൊണ്ട് തന്നെ ഒരിക്കലും അതിന്റെ പേരിൽ പേടിക്കാൻ പാടില്ല. അതുപോലെ ഒരു ബാങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു ബാങ്കിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വേക്കൻസി ഉള്ള ബാങ്ക് ആണെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും ഒരേ സമയത്ത് അപ്പോയിന്റ്മെന്റ് ഓർഡർ അയക്കും. അങ്ങനെയുള്ള അവസരങ്ങളിൽ അവിടെ ആരാണ് ആദ്യം ജോയിൻ ചെയ്തത് അവർക്കാണ് എന്തുള്ളത്, സീനിയോറിറ്റി ഉള്ളത്. നിങ്ങളൊക്കെ എന്താവും തൊട്ട് താഴെ വരും. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ബാങ്കിൽ ജോയിൻ ചെയ്യണം. ഒരിക്കൽ കൂടി പറയുകയാണ്, ഒരുപാട് അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒരു ബാങ്കിൽ നിന്നും ഒരുമിച്ച് അയക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സീനിയോറിറ്റി ലിസ്റ്റിൽ ആദ്യം വരാൻ വേണ്ടി സാധിക്കൂ. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ വേക്കൻസി ഉള്ള ബാങ്കുകളിൽ ഒരേ ദിവസം ഒന്നിലധികം ആളുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആദ്യം ജോയിൻ ചെയ്യുന്ന ആൾക്കോ അല്ലെങ്കിൽ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിട്ട ആൾക്കോ അല്ല സീനിയോറിറ്റി കിട്ടുന്നത്. മറിച്ച് CSEB പ്രസിദ്ധീകരിച്ച ആ ബാങ്കിന്റെ റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള സീനിയോറിറ്റിയാണ് നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് ഒരേ ദിവസം ഒന്നിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സീനിയോറിറ്റി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അല്ലാതെ നിങ്ങളുടെ പ്രായമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ പരിഗണിച്ചായിരിക്കില്ല സീനിയോറിറ്റി ലഭിക്കുന്നത്. കഴിവതും നേരത്തെ ആ ബാങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബാങ്കിന്റെ സീനിയോറിറ്റി ലിസ്റ്റിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും. എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ചില ബാങ്കുകൾ അവരുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നും അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ മാത്രം എടുക്കും. എന്ന് വെച്ചാൽ അവർക്ക് ഇന്റർവ്യൂവിന് നല്ല മാർക്ക് കൊടുത്തുകൊണ്ട് അവരായിരിക്കും റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുകളിൽ ഉണ്ടാവുക. അവർ ആ ബാങ്കിൽ നിന്നും വേറെ ബാങ്കിലേക്ക് ജോയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും ബാങ്കിന് ഇഷ്ടപ്പെട്ട ആളുകൾ ഇല്ലാത്തത് കാരണം അതിൽ താഴെയുള്ള ആളുകളെ ജോലിക്ക് വിളിക്കുന്നത് നിർത്താറുണ്ട്. 2 വർഷമാണ് റാങ്ക് ലിസ്റ്റ് കാലാവധി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 2 വർഷം വരെ ആ ലിസ്റ്റിൽ നിന്നും ആരെയും നിയമിക്കാത്ത ഒരു സിറ്റുവേഷൻ ചില ബാങ്കുകളിൽ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ ആളുകളുടെയും കോൺടാക്ട് നമ്പർ വാങ്ങി വെക്കേണ്ടതാണ്. കാരണം നിങ്ങളുടെ തൊട്ട് മുകളിലെ ആളുകൾ ആ ബാങ്കിൽ നിന്നും റിസൈൻ ചെയ്ത് വേറെ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ചെയ്യണം. ഒരു വേക്കൻസി, അതായത് ഒരാൾ
അവിടെ നിന്നും റിസൈൻ ചെയ്ത് പോയത് കാരണം ഉണ്ടായ ആ ഒരു വേക്കൻസി അതാത് ബാങ്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? ആ വേക്കൻസി CSEBയിൽ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. കാരണം ഒരാൾ അവിടെ നിന്നും റിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു വേക്കൻസി വരും. അങ്ങനെയെങ്കിൽ ആ വേക്കൻസി ഫിൽ ചെയ്യാനുള്ള ബാധ്യത ആ ബാങ്കിനുണ്ട്. എന്നാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ആ റാങ്ക് ലിസ്റ്റിൽ ഇല്ലാത്തത് കാരണം ആ വേക്കൻസി ഫിൽ ചെയ്യാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ആ ബാങ്കിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ 2 വർഷം വരെയാണ് ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും താഴെയായിരുന്നാൽ പോലും ആ ബാങ്കിൽ ജോയിൻ ചെയ്യാവുന്ന ഒരു അവസരം അവിടെയുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ മുൻകൂട്ടി തയ്യാറെടുത്താൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കൂ. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇന്റർവ്യൂവിൽ നമുക്ക് വളരെ കുറച്ച് മാർക്ക് തരികയും ബാങ്ക് അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ എടുത്തുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് ആളുകൾ ബാക്കിയുണ്ടെങ്കിൽ പോലും അവരെ വിളിക്കാത്ത ഒരു അവസ്ഥ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ മുൻകൈ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ റാങ്ക് ലിസ്റ്റിൽ താഴെ ഉണ്ടായിരുന്നാൽ പോലും ആ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പലരും ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാറില്ല. അതുകൊണ്ടാണ് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നത്, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ ഉള്ള എല്ലാ ആളുകളുടെയും കോൺടാക്റ്റ് നമ്പർ ഉണ്ടായിരിക്കണം എന്ന്. ഇങ്ങനെ ചില ബാങ്കുകൾ അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ എടുക്കാത്ത പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഈ രീതിയിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ജോലിക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ ഉള്ള ആളുകളുടെ കോൺടാക്റ്റ് നമ്പർ സേവ് ചെയ്യുകയും അവർ അവിടെ നിന്നും പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കാൻ വേണ്ടി പറയുകയും വേണം. അതിനുശേഷം ബാങ്ക് സ്വമേധയാ ഈ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം CSEBക്ക് റിപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. ഒരു ബാങ്കിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ പഠിത്തം അവസാനിപ്പിക്കാൻ വേണ്ടി പാടില്ല. നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഉയർച്ചയാണ്, നല്ലൊരു കരിയർ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട PSC എക്സാമുകൾ മാക്സിമം നിങ്ങൾ എഴുതണം. അതുകൊണ്ട് തന്നെ പഠിച്ച കാര്യങ്ങൾ മറക്കാൻ വേണ്ടി പാടില്ല. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രാക്ടിക്കൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. അതൊക്കെ മനസ്സിലാക്കി വെക്കുക. കുറച്ച് കഴിഞ്ഞാൽ പ്രൊമോഷൻ എക്സാം ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ആവശ്യമായി വരാം. പ്രൊമോഷൻ എക്സാമിന് വേണ്ടി പഠിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. അതുപോലെ ജോയിൻ ചെയ്യുമ്പോൾ ബാങ്ക് ചിലപ്പോൾ നമ്മളോട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ചോദിക്കും. അതായത് 3000 മുതൽ 25,000 രൂപ വരെയാണ് നോർമലി ബാങ്കുകൾ നമ്മളോട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയി ചോദിക്കുന്നത്. ചില ബാങ്കുകൾ അത് 1 ലക്ഷം വരെ നമ്മളോട് ചോദിക്കാം. അതുപോലെ തന്നെ അവിടെ സ്റ്റാമ്പ് പേപ്പറിൽ ബോണ്ട് എഴുതി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതനുസരിച്ച് ചെയ്യുക. ഇനി അഥവാ നിങ്ങൾ ആ ബാങ്കിൽ നിന്നും മാറി വേറെ ബാങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ അടച്ച സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അത് നിങ്ങൾക്ക് ലഭിക്കുക ആ വർഷത്തെ ഓഡിറ്റൊക്കെ കഴിഞ്ഞ ശേഷം അടുത്ത വർഷം ആയിരിക്കും നിങ്ങൾക്ക് ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടുക. അതുകൊണ്ട് ഒരു ബാങ്ക് വിട്ട് മറ്റൊരു ബാങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. കാരണം വേറെ ബാങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ക്യാഷ് അറേഞ്ച്മെന്റുകൾ ചെയ്യേണ്ട ആവശ്യം വരാം. അങ്ങനെയുള്ള കേസുകളിൽ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണം. അതുപോലെ നിങ്ങൾ ആ ബാങ്കിൽ അടച്ചുകൊണ്ടിരിക്കുന്ന വെൽഫെയർ ഫണ്ട്, പെൻഷൻ ഫണ്ട് എന്നീ കാര്യങ്ങളൊക്കെ പുതുതായി ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ബാങ്കിലേക്ക് മാറ്റാനും ആവശ്യപ്പെടുക. ഇനി അഥവാ വേറെ ബാങ്കിലേക്ക് മാറുന്നുണ്ട് എങ്കിൽ നിലവിൽ വർക്ക് ചെയ്യുന്ന ബാങ്കിൽ നിന്നും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അതുപോലെ സർവീസ് റെക്കോർഡ് കോപ്പിയും ആവശ്യപ്പെടുക. അതുകൂടാതെ തന്നെ വേറെ ബാങ്കിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ സേവിങ്സ് അക്കൗണ്ട് ഒരിക്കലും ക്ലോസ് ആക്കാൻ വേണ്ടി പാടില്ല. കാരണം ഗവൺമെന്റ് കാലാകാലങ്ങളിൽ DA പ്രഖ്യാപിക്കാറുണ്ട്. വർക്ക് ചെയ്ത കാലയളവിൽ നമുക്ക് ലഭിക്കേണ്ട ഒന്നാണ് ഇത്. അതുകൊണ്ട് തന്നെ സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ സാലറി അക്കൗണ്ട് ക്ലോസ് ആക്കിയാൽ നമ്മൾ അവിടെ
വർക്ക് ചെയ്ത കാലയളവിൽ കാലാകാലങ്ങളിൽ കിട്ടാനുള്ള DA ലഭിക്കാനുള്ള സാധ്യത കുറയും. അതുകൊണ്ട് തന്നെ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നും മറ്റ് ബാങ്കുകളിലേക്ക് അല്ലെങ്കിൽ വേറെ PSC ലിസ്റ്റുകളിൽ ഉള്ള ജോലിയിലേക്കോ പോകുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ അക്കൗണ്ട് ക്ലോസ് ആക്കാൻ വേണ്ടി പാടില്ല. ഒരിക്കൽ കൂടി പറയുകയാണ്, വേറെ ബാങ്കിലേക്ക് മാറി ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ സേവിങ്സ് അക്കൗണ്ട് ഒരിക്കലും ക്ലോസ് ആക്കാൻ വേണ്ടി പാടില്ല. കാരണം ഗവൺമെന്റ് കാലാകാലങ്ങളിൽ DA പ്രഖ്യാപിക്കാറുണ്ട്. വർക്ക് ചെയ്ത കാലയളവിൽ നമുക്ക് ലഭിക്കേണ്ട ഒന്നാണ് DA. അതുകൊണ്ട് തന്നെ സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ സാലറി അക്കൗണ്ട് ക്ലോസ് ആക്കിയാൽ അവിടെ വർക്ക് ചെയ്ത കാലാകാലങ്ങളിൽ പ്രഖ്യാപിക്കുന്ന DA ലഭിക്കാനുള്ള സാധ്യത കുറയും. അതുകൊണ്ട് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നും മറ്റ് ബാങ്കുകളിലേക്ക് അല്ലെങ്കിൽ വേറെ PSC ലിസ്റ്റുകളിൽ ഉള്ള ജോലിയിലേക്ക് പോകുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ അക്കൗണ്ട് ക്ലോസ് ആക്കാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ജോയിൻ ചെയ്യുമ്പോൾ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കാൻ വേണ്ടി നിർദ്ദേശിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ആക്കേണ്ടതാണ്. നമുക്ക് അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ 14 ദിവസം വരെ അല്ലെങ്കിൽ ബാങ്ക് തരുന്ന അപ്പോയിൻമെന്റ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന ദിവസം വരെ ജോയിൻ ചെയ്യാൻ വേണ്ടി സമയമുണ്ട്. ചില ബാങ്ക് അത് മാക്സിമം 30 ദിവസം വരെ ആ ബാങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി അവസരം കൊടുക്കാറുണ്ട്. ആ ദിവസത്തിനുള്ളിൽ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്താൽ മതി. വേണമെങ്കിൽ ജോയിനിങ് ഡേറ്റ് നീട്ടി ചോദിക്കാവുന്നതാണ്. അതിനായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പോയിൻമെന്റ് ലെറ്റർ അയച്ച ബാങ്കിനെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് ചോദിക്കാം. ഇന്ന കാരണം കൊണ്ട് എനിക്ക് കുറച്ചധികം സമയം ആവശ്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മെയിൽ അയക്കുക. ഇത് ബാങ്കിന്റെ തീരുമാന പരിധിയിൽപ്പെടുന്ന കാര്യം ആയതുകൊണ്ട് ചിലപ്പോൾ ബാങ്ക് പറയുന്ന സമയം വരെ നിങ്ങൾക്ക് മാക്സിമം നീട്ടിക്കിട്ടാം. ഇനി നിങ്ങൾക്ക് ഒരുപാട് ദിവസം ജോയിൻ ചെയ്യാൻ വേണ്ടി സമയം ആവശ്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്ത ശേഷം ലീവ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതിന് ആവശ്യമായ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബാങ്കിന് ആവശ്യമായ കത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ അല്ലെങ്കിൽ ബാങ്കുകളിൽ ലഭിക്കുന്ന സാലറി എത്രയുണ്ട് എന്ന് നോക്കാം. രജിസ്ട്രാറിന്റെ 3/11/2025 ഉത്തരവ് പ്രകാരം കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ പുതിയ DA എന്ന് പറയുന്നത് 103% ആണ്. പുതിയ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയ സംഘങ്ങൾക്ക് ആണ് 103% DA ഇപ്പോൾ കൊടുക്കുന്നത്. ഒരു സൂപ്പർകേഡ് ബാങ്കിൽ ജൂനിയർ ക്ലർക്കിന് കിട്ടുന്ന സാലറി എത്രയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ബേസിക് പേ എന്ന് പറയുന്നത് 18,300 രൂപയാണ്. അതിൻ്റെ കൂടെ DA എന്ന് പറയുന്നത് 103% ആണ്. അതായത് 18,849 രൂപ. അതിൻ്റെ കൂടെ 10% HRA നമുക്ക് ലഭിക്കും. ഇത് ബേസിക് സാലറിയുടെ 10% ആണ്. അത് 1,830 രൂപ വരും. ചില ബാങ്കുകളിൽ ക്യാഷ് കൗണ്ടറിൽ ആണ് ഇരിക്കുന്നത് എങ്കിൽ ക്യാഷർ അലവൻസ് ഉണ്ടാകും. മാക്സിമം 300 രൂപ വരെയാണ് ഇങ്ങനെ ക്യാഷർ അലവൻസ് ഒരു മാസം നമുക്ക് ലഭിക്കുന്നത്. ഇവയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഗ്രോസ് സാലറി എന്ന് പറയുന്നത് 39,279 രൂപയാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഡിഡക്ഷൻ എന്ന് നോക്കാം. പെൻഷൻ ഫണ്ട് അല്ലെങ്കിൽ PF എന്ന് പറയുന്നത് ബേസിക് പേ പ്ലസ് DAയുടെ മേലെ 12% എടുത്തുകൊണ്ടാണ്. അത് ഏകദേശം 4,458 രൂപ വരും. ഇതിൻ്റെ കൂടെ വെൽഫെയർ ഫണ്ടിലേക്ക് 250 രൂപ നമ്മുടെ സാലറിയിൽ നിന്നും കട്ട് ചെയ്യും. ഇതിൻ്റെ കൂടെ സ്റ്റേഫ് ലൈഫ് ഇൻഷുറൻസ് ആയി മിനിമം 500 രൂപയും ചില ബാങ്കുകളിൽ മാക്സിമം 1000 രൂപയാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് എന്ന പേരിൽ നമ്മുടെ സാലറിയിൽ നിന്നും മിനിമം 500 രൂപ മുതൽ 1000 രൂപ വരെയാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 32,571 രൂപ മുതൽ
33,571 രൂപ വരെയാണ് ഒരു സൂപ്പർ കേഡ് ബാങ്കിൽ നമുക്ക് കയ്യിൽ കിട്ടുന്ന ജൂനിയർ ക്ലർക്കിന് കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആദ്യ വർഷം ലഭിക്കുന്ന ബേസിക് പേ എന്ന് പറയുന്നത് 18,300 രൂപയാണ്. തുടർന്ന് ഒരു വർഷം കംപ്ലീറ്റ് ആക്കിയ ശേഷം 13ാം മാസം മുതൽ നിങ്ങൾക്ക് ആദ്യത്തെ ഇൻക്രിമെന്റ് ആയ 530 രൂപ ലഭിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്രോസ് സാലറി എന്ന് പറയുന്നത് 40,408 രൂപയാണ്. ഡിഡക്ഷൻ ഒക്കെ കഴിച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 33,571 രൂപ മുതൽ 34,571 രൂപ വരെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ വർഷവും നിങ്ങൾക്ക് ഇൻക്രിമെന്റ് തരണം എന്നുണ്ടെങ്കിൽ ബോർഡ് മീറ്റിംഗ് കൂടി ചേർന്നാണ് അത്തരം ഇൻക്രിമെന്റുകൾ നമുക്ക് അനുവദിക്കുന്നത്. നിങ്ങളുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ വർഷത്തിന് ശേഷം രണ്ടാമത്തെ ഇൻക്രിമെന്റ് ലഭിക്കുകയില്ല. രണ്ടാമത്തെ ഇൻക്രിമെന്റ് കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്ന്. പൊതുവെ എല്ലാ ബാങ്കുകളിലും രണ്ടാമത്തെ വർഷം തന്നെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാറുണ്ട്. ഇങ്ങനെ ആദ്യത്തെ 5 വർഷം 530 രൂപ നിരക്കിൽ ആയിരിക്കും നിങ്ങൾക്ക് ഓരോ വർഷവും ഇൻക്രിമെന്റ് ലഭിക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസിക് സാലറി എന്ന് പറയുന്നത് 20,950 രൂപ മുതലായിരിക്കും സ്റ്റാർട്ടിംഗ് ഉണ്ടാവുക. എല്ലാ ബാങ്കുകളിലും ഓരോ 6 മാസം കൂടുമ്പോഴും പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ അല്ലെങ്കിൽ കോർപ്പറേഷനുകളിൽ പ്രൊഫഷൻ ടാക്സ് എന്ന ഇനത്തിൽ 1,250 രൂപ നമ്മുടെ സാലറിയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഈ എമൗണ്ടിൽ ചെറിയ വ്യത്യാസമൊക്കെ വരാറുണ്ട്. ഓരോരുത്തർക്കും കിട്ടുന്ന സാലറിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം എമൗണ്ട് കട്ട് ചെയ്യുന്നത്. അതുപോലെ എല്ലാ വർഷവും 1000 രൂപ വേറൊരു ഇൻഷുറൻസ് സ്കീമിന്റെ പേരിൽ നമ്മുടെ സാലറിയിൽ നിന്നും കട്ട് ചെയ്യാറുണ്ട്. ഇത് എല്ലാ വർഷവും ഒരു പ്രാവശ്യം ചെയ്യുന്നതാണ്. അതുകൂടാതെ ഇനി മെഡിസെപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ എമൗണ്ട് നമ്മുടെ സാലറിയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കുറച്ചു മുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി ഡീറ്റെയിൽസ് വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി മേൽ പറഞ്ഞ നെറ്റ് എമൗണ്ട് തന്നെ ആണ് എന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതാണ്. കാരണം മറ്റൊരു ഡിഡക്ഷനും സാലറിയിൽ നിന്നും നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ അത്രയും കുറഞ്ഞത് എന്ന് നിങ്ങൾ വ്യക്തമായി അന്വേഷിക്കേണ്ടതാണ്. ചിലപ്പോൾ നമ്മൾ അറിയാതെ പല ഫണ്ടുകളും ബാങ്കുകൾ പിടിച്ചു വെക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഒരു ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കിൽ ജൂനിയർ ക്ലർക്കിന് കിട്ടുന്ന സാലറി എത്രയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ബേസിക് സാലറി എന്ന് പറയുന്നത് 17,360 രൂപയാണ്. അതിൻ്റെ കൂടെ DA എന്ന് പറയുന്നത് 103% ആണ്. അതായത് 17,881 രൂപ. അതിൻ്റെ കൂടെ 10% HRA നമുക്ക് ലഭിക്കും. ഇത് ബേസിക് സാലറിയുടെ 10% ആണ്. അത് 1,736 രൂപ വരും. ചില ബാങ്കുകളിൽ ക്യാഷ് കൗണ്ടർ ആണ് ഇരിക്കുന്നത് എങ്കിൽ ക്യാഷർ അലവൻസ് ഉണ്ടാവും. മാക്സിമം 300 രൂപ വരെയാണ് ഇങ്ങനെ ക്യാഷർ അലവൻസ് ഒരു മാസം നമുക്ക് ലഭിക്കുന്നത്. ഇവയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന ഗ്രോസ് സാലറി എന്ന് പറയുന്നത് 37,277 രൂപയാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഡിഡക്ഷൻ എന്ന് നോക്കാം. പെൻഷൻ ഫണ്ട് അല്ലെങ്കിൽ PF എന്ന് പറയുന്നത് ബേസിക് പേ പ്ലസ് DAയുടെ മേലെ 12% എടുത്തുകൊണ്ടാണ്. അത് ഏകദേശം 4,229 രൂപ വരും. ഇതിൻ്റെ കൂടെ വെൽഫെയർ ഫണ്ടിലേക്ക് 250 രൂപ അടക്കണം. അതിൻ്റെ കൂടെ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് ആയി മിനിമം 500 രൂപയും ചില ബാങ്കുകളിൽ മാക്സിമം 1000 രൂപയും ആണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസും നമ്മുടെ പേരിൽ ബാങ്ക് കട്ട് ചെയ്യാറുണ്ട്. അതും മിനിമം 500 രൂപ മുതൽ 1000 രൂപ വരെയാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന നെറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 30,798 രൂപ മുതൽ 31,798 രൂപ വരെയാണ് ഒരു ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആദ്യ വർഷം ലഭിക്കുന്ന ബേസിക് പേ എന്ന് പറയുന്നത് 17,360 രൂപയാണ്. ഒരു വർഷം കംപ്ലീറ്റ് ആയ ശേഷം 13ാം മാസം മുതൽ നിങ്ങൾക്ക് ആദ്യത്തെ ഇൻക്രിമെന്റ് ആയ 470 രൂപ ലഭിക്കും. അങ്ങനെ ഓരോ വർഷവും നിങ്ങൾ കണക്കൂട്ടി നോക്കുക. ഒരു
ക്ലാസ് 1 സൊസൈറ്റിയിൽ ജൂനിയർ ക്ലർക്കിന് ലഭിക്കുന്ന സാലറി എത്രയുണ്ട് നമുക്ക് നോക്കാം. ബേസിക് സാലറി എന്ന് പറയുന്നത് 16,890 രൂപയാണ്. അതിൻ്റെ കൂടെ DA എന്ന് പറയുന്നത് 103% ആണ്. അതായത് 17,397 രൂപയാണ് അതിൻ്റെ DA എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ 10% HRA നമുക്ക് ലഭിക്കും. ഇത് ബേസിക് സാലറിയുടെ 10% ആണ്. അതായത് 1,689 രൂപ വരും. ഇവയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഗ്രോസ് സാലറി എന്ന് പറയുന്നത് 36,276 രൂപയാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഡിഡക്ഷൻ എന്ന് നോക്കാം. പെൻഷൻ ഫണ്ട് അല്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് ബേസിക് പേ പ്ലസ് DAയുടെ മേലെ 12% എടുത്തുകൊണ്ടാണ്. ഏകദേശം 4,114 രൂപ വരും. ഇതിൻ്റെ കൂടെ വെൽഫെയർ ഫണ്ടിലേക്ക് 250 രൂപ അടക്കണം. അതിൻ്റെ കൂടെ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് ആയി മിനിമം 500 രൂപയും ചില ബാങ്കുകളിൽ മാക്സിമം 1000 രൂപയും ആണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസും നമ്മുടെ പേരിൽ ബാങ്ക് കട്ട് ചെയ്യാറുണ്ട്. ഇതും മിനിമം 500 രൂപ മുതൽ 1000 രൂപ വരെയാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 29,911 രൂപ മുതൽ 30,911 രൂപ വരെയാണ്. ഒരു ക്ലാസ് 1 ബാങ്കിൽ നമുക്ക് കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആദ്യ വർഷം ലഭിക്കുന്ന ബേസിക് പേ എന്ന് പറയുന്നത് 16,890 രൂപയാണ്. തുടർന്ന് ഒരു വർഷം കംപ്ലീറ്റ് ആക്കിയ ശേഷം 13ാം മാസം മുതൽ നിങ്ങൾക്ക് ആദ്യത്തെ ഇൻക്രിമെന്റ് ആയ 470 രൂപ ലഭിക്കും. അങ്ങനെ ഓരോ വർഷവും നിങ്ങൾ കണക്കൂട്ടി നോക്കുക. അതുപോലെ ക്ലാസ് 2 മുതൽ താഴോട്ട് വരുന്ന ബാങ്കുകളുടെ സാലറി ഘടന ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇങ്ങനെ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കൂടാതെ മറ്റ് സംഘങ്ങളുടെയും സാലറി ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. കൂടാതെ കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടണും അമർത്തുക.